ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനും സ്നേഹാനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ തിങ്കളാഴ്ച രണ്ടാമത്തെ സെഷനോട് കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അപ്പച്ച അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരുക്കി തന്ന നല്ല സാഹവാസത്തിനാ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നതായിട്ട് സ്തുതിക്കുന്നു. കഴിഞ്ഞ ആദ്യത്തെ ദർശനിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിവാൻ പരിശുദ്ധാന നിറവേറ്റാൻ അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സഹവാസന നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. വീണ്ടും കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഞങ്ങളെ കഴിച്ചുദ്ധീരിക്കുമാറണമേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറണമേ. അങ്ങയുടെ കർത്താവെ മറന്നുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ സഹോദരൻ അങ്ങയുടെ നാമത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും അങ്ങയുടെ പുണ്യനാമത്തിൽപ്പെടുവാൻ ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോഴും ഹല്ലേലൂയ സഹോദരം പ്രാർത്ഥിക്കുമ്പോഴും കർത്താവെ അങ്ങയുടെ കുറിച്ചിന്റെ മറവിൽ നിന്ന് വചനം ഘോഷിക്കുമ്പോഴൊക്കെയും കർത്താവെ തിരുസാന്തിന്റെ മറവിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറണമേ. വളരെ അനുഗ്രഹത്തോടെ കർത്താവെ ഇന്ന് പാൽക്കാലം കർത്താവെ അങ്ങയുടെ സന്നിധി എഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ തിരുസാന്തിന്റെ മറവിൽ കലർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്ക് സ്തോത്രം, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്ക് സ്തോത്രം, ഞങ്ങളുടെ എല്ലാ സഹോദരിമാർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന തലമുറകൾ വരെയും വീണ്ടും കർത്താവ് വ്യക്തിപരമായ എല്ലാവരെയും കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പി ഞങ്ങൾക്കുള്ളതിനെല്ലാം കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന തിരുവത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറണമേ, തിരുവത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വീണ്ടും അങ്ങയുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ താണിരിക്കുമ്പോൾ ഞങ്ങളെ ബലപ്പെടുന്ന കൃപയ്ക്ക് സ്തോത്രം. അനുഗ്രഹത്തോടെ അങ്ങയുടെ സ്ഥലം എഴുന്നേൽപ്പം കർത്താവെ ഇടയാക്കുമാറണമേ. ഇന്ന് പൽക്കാലം കർത്താവ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവെ വേറിട്ടിരുന്നത് കർത്താവ് ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുമാറാണമേ എന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ആത്മീയ പുഷ്ടിയോടെ ആത്മീയബലത്തോടെ ആത്മീയ തീഷ്ണതയോടെ തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിൽപ്പെടുവാൻ അങ്ങ് ഇടയാക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. അല്ലെങ്കിൽ വേണ്ടി ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും കൂട്ടിയെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കൂടെ അല്ലെങ്കിൽ സ്തോത്രം കർത്താവ് ചന്തോയും തന്നെ നടത്തുവാൻ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ടേക്ക് സ്തോത്രം. എല്ലാ അപ്പച്ചന്റെ പൊന്നേശ്വര നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കടന്ന എല്ലാ പ്രിയപ്പെട്ടതും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ സ്ഥലം കടന്നു വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നെ നല്ല സഹവാസിക്കണ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ സെഷനിൽ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ചറിയുവാനും വിശേഷാൽ ഹല്ലേലൂയ സ്തോത്രം പാട്ടുകൾ പാടിയ നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്ഥലം പാടിയ അൻസിലാനി സിസ്റ്ററേയും ഹല്ലേലൂയ സ്തോത്രം അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ ദൈവത്തിനോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ദൈവഭയത്തോടെ ദൈവത്തിന്റെ സ്ഥലം നമുക്കായിരിക്കാം കടന്ന എല്ലാ പ്രിയപ്പെട്ട മാത്രമല്ല നന്ദി അറിയിക്കുന്നു. അല്ലെങ്കിൽ ആസ്വാദനം വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് രണ്ടാമത്തെ സെഷനിൽ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വിൻസി ലെനിൻ സിസ്റ്റർ ആണല്ലോ കത്തിരുന്ന് ജോയിച്ചിരിക്കുന്നത്. തുടർന്ന് നമ്മുടെ ഒപ്പം ആയിരിക്കുന്നതും അല്ലെങ്കിൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആസ്വാദനം പാടി സ്തുതിക്കുമ്പോൾ നമുക്കും വ്യക്തിയോടെ പാടി സ്തുതിപ്പാൻ കർത്താവ് നമ്മളെ ഒരുക്കി എടുക്കുമാറാട്ടെ. നമ്മുടെ പാട്ടുകൾ പാടുവാൻ വേണ്ടി വിൻസിസ്റ്റിനെ ദൈവനാമത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ് ആൻറ്റി. സ്തോത്രം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും ഈ വൈകിയ സമയത്ത് ദൈവസ്ഥലായിരിക്കും അത് ഇവിടെയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ സമയം വരെയും ദൈവത്തിന്റെ കൃപയിൽ എല്ലാവരെയും സൂക്ഷിച്ചനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും അവരോട് കൂടി ഉണ്ടായിരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ആദ്യമായിട്ട് നമുക്ക് ഒരു ഗാനത്തിന്റെ ഏടുകൾ ശാന്തമായി പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം. ഞാനോടി നിന്നിൽ ആണയുന്നേ സങ്കേതമാകും വൻപാറയേ, സന്തോഷം നീയേ സർവവും നീയേ, ഇല്ല മറ്റാരിലും ആശ്രയമായി. ഞാനോടി നിന്നിൽ അണയുന്നേ സങ്കേതമാകും വൻപാറയേ, സന്തോഷം നീയേ സർവവും നീയേ, ഇല്ല മറ്റാരിലും ആശ്രയമായി. കണ്ണുനീർ തൂകും വേളകളിൽ എന്നിൽ കനിയും വല്ലഭനേ, മുറ്റും തരുന്നു എന്നെ നിൻ കൈകളിൽ, നിൻഹിതം പോലെന്നെ പണിയണമേ.
കണ്ണുനീർ തൂകും വേളകളിൽ എന്നിൽ കനിയും വല്ലഭനെ മുറ്റും തരുന്നു എന്നെ നിൻ കൈകളിൽ, നിൻ ഹിതം പോലെന്നെ പണിയണമേ. എല്ലാരും എന്നെ തള്ളിയിടുമ്പോൾ യേശുവേ നീ എന്നെ കൈവിടല്ലേ. നീറും നിരാശയും വേദനയും പൂർണ്ണമായി മാറിയിടും നിൻ കൃപയാൽ. എല്ലാരും എന്നെ തള്ളിയിടുമ്പോൾ യേശുവേ നീ എന്നെ കൈവിടല്ലേ. നീറും നിരാശയും വേദനയും പൂർണ്ണമായി മാറിയിടും നിൻ കൃപയാൽ. നിത്യതയോളവും നടന്നിടുവാൻ അത്യന്ത ശക്തി പകർന്നിടണേ. ശാശ്വത നാട്ടിലെ വാസത്തിനായി ആശയോടെ യേശുവേ കാത്തിടുന്നേ. നിത്യതയോളവും നടന്നിടുവാൻ അത്യന്ത ശക്തി പകർന്നിടണേ. ശാശ്വത നാട്ടിലെ വാസത്തിനായി ആശയോടെ യേശുവേ കാത്തിടുന്നേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ഓടി അണയുവാൻ നമ്മുടെ കർത്താവിന്റെ സന്നിധി ഇല്ലാതെ വേറൊരു ഇടവുമില്ല. ഹല്ലേലൂയ. ആശ്രയമായ ഹല്ലേലൂയ നമ്മുടെ സങ്കേതമായ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹല്ലേലൂയ വിഷയങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ, എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഒരുമിച്ച് അപ്പച്ചന്റെ സന്നിധിയിൽ ഒന്ന് ഇറക്കി വെക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ആ വരികൾ ഒന്നുകൂടെ പാടാം. ഞാൻ ഓടി നിന്നിൽ അണയുന്നേ, സങ്കേതമാകും വൻപാറയേ, സന്തോഷം നീയേ, സർവവും നീയേ, ഇല്ല മറ്റാരിലും ആശ്രയമായി. ഓ ഞാൻ ഓടി നിന്നിൽ അണയുന്നേ, സങ്കേതമാകും വൻപാറയേ, സന്തോഷം നീയേ, സർവവും നീയേ, ഇല്ല മറ്റാരിലും ആശ്രയമായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. നമുക്ക് സങ്കേതമായ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവരുണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമൂകിലേറിക്കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ
കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. ഓ കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താവുകളില്ലോ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താവുകളില്ലാമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആമേൻ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ആമേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വപുരം നീയണയും വരെയും. ആമേൻ. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വപുരം നീയണയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഈ വരികളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി പാടാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കാൾ പ്രായം കൂടി ഒരു കുറഞ്ഞ ഒരു ഹല്ലേലൂയ സമപ്രായക്കാർ എത്രയോ പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഹല്ലേലൂയ കൊറോണ ഹല്ലേലൂയ കടന്നു വന്നു. ഹല്ലേലൂയ എത്രയോ പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. അതിന്റെ നടുവിലും ഇന്ന് പകൽക്കാലം ഈ സമയം നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയല്ലേ, ദൈവം നമ്മളോട് കാണിച്ച ദയയല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ല കൈപ്പുള്ള വെള്ളം കുടിച്ചിട്ട് പ്രയാസങ്ങൾ വന്നപ്പോഴും ഹല്ലേലൂയ ദൈവം നമ്മളെ താങ്ങി നടത്തുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന തന്നു. ഇതാകുന്ന വഴി ഇതിലേ പോകാന്നുള്ളത് ശബ്ദം കേട്ട് യാത്ര ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരും ദൈവം ഇടയാക്കുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കൊന്നുകൂടെ ഈ വരികളൊന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വപുരം നീ അണയും വരെയും.
ഓ ശിവന്റെ അധികാരമുള്ള നാമത്തിൽ പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വപുരം നീ അണയും വരെയും നഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു ഗാനം കൂടെ ദൈവത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. സ്തോത്രം. എനിക്കൊത്താശ വരും പർവ്വതം എനിക്കൊത്താശ വരും കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളകുന്നു പരാ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളകുന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കൺകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ എൻ കാൽകൾ വഴുതാരനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ അത്ഭുതമായി കൃപകൾ തന്നും തുണയായി നിന്നും നടത്തും അത്ഭുതമായി. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാത്തിടും ഞാൻ. ഓ ശുടപളപള ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ.
ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവാ ആകാശം ആശ്രയം നിന്നീലായതു മുതലൻ ആദികളകുന്നു പരാ ആശ്രയം നിന്നീലായതു മുതലൻ ആദികളകുന്നു പരാ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എൻ കൺകൾ ഉയർത്തി ഞാൻ നോക്കി എൻ കർത്താവേ നിന്ദയ്ക്കായി എണ്ണിയാൽ തീരാ നന്മകൾ തന്നൻ എന്നെ അനുഗ്രഹിക്കും എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ ആമേൻ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എൻ കാൽകൾ വഴുതാനനിശം എന്നെ കാത്തിടുന്നവൻ നീയേ എൻ കാൽകൾ വഴുതാനനിശം എന്നെ കാത്തിടുന്നവൻ നീയേ കൃപകൾ തന്നും തുണയായി വന്നും നടത്തും അത്ഭുതമായി കൃപകൾ തന്നും തുണയായി വന്നും നടത്തും അത്ഭുതമായി എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമാറോ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ വരികൾ പാടിയതുപോലെ ഹല്ലേലൂയ നമ്മൾ എത്ര പേർക്ക് പ്രത്യാശയുണ്ട് കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഹല്ലേലൂയ. ലോകത്തിലെ കഷ്ടങ്ങൾ ഭാരങ്ങളൊക്കെ വരുന്നതൊന്നും നമുക്ക് അന്ന് ഹല്ലേലൂയ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് അല്ല ആ കർത്താവിന്റെ വരവിനെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിത്തീരാമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആന്റിയുടെ സാക്ഷിയൊക്കെ പറയുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രിയാമണി ആന്റിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. സ്തോത്രം 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 ഹല്ലേലൂയ. സ്വർഗീയ നല്ല പിതാവേ, അപ്പാ ദൈവമേ നല്ല സമയത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അല്പസമയങ്ങളുടെ സന്നിധിയിൽ കർത്താവെ പാടുവാൻ ഹല്ലേലൂയ ആരാധിപ്പാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം. ദൈവം നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം, ഉപകാരങ്ങൾക്കായി സ്തോത്രം. അപചാടിങ്ങളുടെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ദൈവമേ ശുഭജ ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ് കർത്താവ് ഇത്രത്തോളം അടിയങ്ങളെ നിർത്തുന്നത് കർത്താവെ. ദൈവം ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവമേ അടിയുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനിടയാകണമേ. അടിയങ്ങൾ ഇവിടെ കൂടി വരുന്നത് കർത്താവെ, പ്രാർത്ഥിക്കുന്നത് അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുപ്പച്ച പാടുന്ന പാട്ട് കർത്താവെ, പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവമേ ദൈവത്തിന് അല്ല ദൈവമേ ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി തീർക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന യേശുപ്പച്ച സ്തോത്രം ചെയ്യുന്നില്ല. വീണ്ടും അപ്പത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൂടി ഇരിക്കണം. ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കടന്നു വന്ന ഓരോരുത്തരെയും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവ് ആന്റിക്കായി പ്രാർത്ഥിക്കുന്നതും ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ.
എല്ലാവരെയും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ആമേൻ 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 ആമേൻ. ബെഞ്ചസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിപ്പാൻ ഇന്ന് പൽക്കാലം പാട്ടുകൾ പാടി നമ്മളെ ഹല്ലേലൂയ നമ്മൾക്കും പാടി സ്തുതിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സഹവാസത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന വാഴ്ത്തി സ്തുതിക്കുന്നു. ദൈവത്തെ ഒന്നുകൂടെ ധ്യാനിച്ച് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നും കൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലിരിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. എല്ലാ ദിവസവും നമ്മുടെ 4 മണിക്ക് കൂടുന്ന എല്ലാ അനേക വിഷയങ്ങൾക്കും ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ജാഗരിക്കുന്നതും നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും വിശേഷ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. രാവിലത്തെ സെഷനിലും അനേക കുഞ്ഞുങ്ങളുടെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുമാരുടെയും കൊച്ചുമക്കളുടെ ഒക്കെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ ഇടയാക്കിയല്ലോ. രണ്ടാമത്തെ സെഷനിലും നമ്മൾ വേർതിരിച്ചിരുന്നത് ദൈവത്തെ പാടി സ്തുതിച്ചത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും അനുഗ്രഹമായി തീർത്ത് വൻകൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വിൻസീസിനെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളുമേലും ദൈവത്തിന്റെ മറുപടി കാണുവാൻ കാലം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനൊക്കെ കർത്താവ് ഇടയാക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥന വീണ്ടും ഓർക്കുന്നു. അടുത്ത സെഷനായിട്ട് നമ്മുടെ വചന സന്ദേശം കേൾക്കുവാനാണല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ സന്നില ആ വചനം കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ വിധങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ വചനത്തിൽ കൂടെ അമ്മയോട് വചനം പറയുമ്പോൾ വചന സന്ദേശം കേൾക്കുമ്പോൾ ക്രൂശിന്റെ മറവിൽ നിന്ന് പരിശുദ്ധ നിറവിൽ തന്നെ നിന്ന് ആ വചനം ഘോഷിപ്പാൻ സാക്ഷ്യങ്ങൾ പറയുവാനൊക്കെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. കടന്നു എല്ലാ പ്രിയപ്പെട്ട ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. വചന സന്ദേശത്തിന് വേണ്ടി നമ്മുടെ അമ്മിണി അലക്സാണ്ടി ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. അമ്മിണി അലക്സാണ്ടി. പ്രൈസ് ലോർഡ്. Praise the Lord, Bindusre. Praise the Lord. പ്രൈസ് ലോർഡ്. Praise the Lord. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സ്തോത്രം. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും ബിന്ദുശ്രീക്കും എല്ലാവർക്കും ദൈവനാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഇപ്രകാരം ഒരവസ്ഥയിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരവസരം കൂടി എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. കേൾക്കാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചെത്തി വെടിപ്പാക്കുന്നു. കർത്താവ് ഈ വചനത്തിൽ നിന്ന് നമ്മോട് പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. എന്നിൽ വസിപ്പീൻ, എന്റെ വചനത്തിൽ വസിക്കണം, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. അതാകുന്നു കർത്താവ് നമുക്ക് നൽകി തരുന്നത്. നമുക്ക് ദൈവത്തിൽ വസിക്കാൻ കഴിയണം. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വസിക്കാൻ കഴിയണം. ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കാൻ കഴിയണം. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ അനുദിനം വസിക്കുന്നവരായി തീരണം. അതാണ് പറയുന്നത്. വചനം വായിക്കണം. രാവിലത്തെ സെഷനിൽ നമ്മൾ കേട്ടു, വചനം വായിക്കണം. വചനം വായിച്ച് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഒരു ഭക്തന് ഈ കാലഘട്ടത്തിൽ, അല്ല നേരത്തെയുള്ള കാലഘട്ടത്തിലായാലും നിൽക്കുവാൻ സാധിക്കുള്ളൂ. നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ നമ്മളെ നിർത്തുന്നത് ആ വചനമാണ്. വചനം ദൈവമാകുന്നു. ആ വചനത്തിന്റെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നു. ഫലം കായ്ക്കാത്തതിനെ അവൻ നീക്കിക്കളയുന്നു. ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി കർത്താവ് നമ്മളെ വെടിപ്പാക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെട്ടിക്കളയുന്നതിലും എത്രയോ ഭേദമാണ് നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് അല്പനേരത്തേക്കുള്ള ഭാരങ്ങളും വേദനകളും ഒക്കെ ആണെങ്കിലും പിന്നത്തേതിൽ അത് ദൈവനാമഹത്വത്തിനാണ്. അതിന്റെ റിസൾട്ട് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ അതിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു ശോധന ആയിരുന്നല്ലോ, എന്നെ അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിനാകുന്നു, അല്ലെ ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാകുന്നു ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ അറിയുന്നു. നമ്മളൊരു ചെടി
ചെടികളൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിലത്തെ ശിഖരങ്ങളൊക്കെ നമ്മൾ വെട്ടിവിടും. നമ്മൾ വെള്ളം ഒഴിച്ച് വളരെ താലോലിച്ച് വളർത്തുന്ന ചെടികൾ അത് കാണുവാൻ നല്ല ഒരു ഭംഗിയുള്ളതായിരിക്കാൻ വേണ്ടി അത് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ. അതാണ് കർത്താവ് ഇവിടെ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതുപോലെ തേക്കുമരം, ആ തേക്കുമരത്തെ കുറിച്ച് അറിയാമല്ലോ. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ചില ശിഖരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമ്പോൾ നമ്മൾ ആൾക്കാരെ വിളിച്ച് അത് വെട്ടി അത് എടുത്ത് കളയും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ തടി നല്ല ഫലവത്തായിട്ട് വരാൻ, നല്ല കനത്ത് വന്ന് ഒരു ഉരുപ്പടി അതിൽ നിന്ന് കിട്ടുവാൻ വേണ്ടിയും അത് അല്ലെ നമുക്ക് വിറ്റ് നല്ല പൈസ കിട്ടുവാൻ വേണ്ടി, അത് നല്ല രീതിയിൽ നമുക്കത് കിട്ടുവാൻ വേണ്ടി നമ്മൾ ആ ഒരു തടിയെ നമ്മൾ അങ്ങനെ മായി ചിന്തിക്കുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു. കർത്താവും ഹല്ലേലൂയ സ്തോത്രം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മൾ നല്ലതായി തീരുവാൻ വേണ്ടി, കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, ആത്മീയ ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണ് ഹല്ലേലൂയ ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ, ദൈവത്തിൽ വസിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ വസിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. പല ശോധനകളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ പെരുകി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവമല്ലാതെ മറ്റാരുമില്ല നമ്മളെ സഹായിക്കാൻ. അവിടെയൊക്കെ പതറിപ്പോകാതെ, ഒരിടത്തും കുലുങ്ങിപ്പോകാതെ നിൽക്കുവാൻ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഭക്തൻ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതായത് കഷ്ടതയുടെ നടുവിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, ശോധനയുടെ നടുവിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പൊന്നു പോലെ അവൻ നമ്മളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് അതിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരിടത്തും നമ്മൾ പതറിപ്പോവാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കയില്ല. അവിടെയൊക്കെ നിൽക്കുവാൻ, ആടിപ്പോകാതിരിക്കുവാൻ നമുക്കിട വരുന്നു. അതാകുന്നു നമ്മളെ സംബന്ധിച്ചുള്ള വലിയ പ്രത്യാശ. ആ വചനത്തിലുള്ള പ്രത്യാശ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ പറയുന്നു, അബ്രഹാം തന്റെ ദാസിയായ ഹാഗാറിനെ കുട്ടിയെയും അവിടെ നിന്ന് വീട്ടിൽ നിന്നും പുറത്താക്കി ആ പ്രതീക്ഷയേകേണ്ട സ്ഥാനത്ത് ഒരു ആശ്വാസം കിട്ടേണ്ടതായ ഒരു ഭവനത്ത് നിന്ന് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അബ്രഹാം എന്താണ് കൊടുത്തു വിടുന്നത്? ഒരു തുരുത്തി വെള്ളം, ഒരു കഷ്ണം അപ്പം, അത് മാത്രം കൊടുത്തു വിട്ട് അത് പരിമിതികളോട് അബ്രഹാം പറഞ്ഞു വിടുകയാണ്. ഒരു തുരുത്തി വെള്ളം, ഒരു കഷ്ണം അപ്പവും എന്ത് മാത്രമുണ്ടെന്ന് നമുക്കറിയാം. അത് ആ പരിമിതികളോട് അവളെ പറഞ്ഞു വിടുമ്പോൾ ഹല്ലേലൂയ അവൾ പോയത് മരുഭൂമിയിലേക്കാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത്, യാതൊന്നുമില്ല. മരുഭൂമിയുടെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. യാതൊരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് പോയപ്പോൾ അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ നിലവിളി ദൈവം കേട്ട് ഒരിക്കലും അറ്റുപോകാത്തൊരു നീരർവ, ശ്രേഷ്ഠമായൊരു നീരർവ സ്വർഗത്തിലെ ദൈവം അവൾക്ക് വേണ്ടി അവിടെ തുറക്കുവാനിടയായി തീർന്നത്. ലോക മനുഷ്യർ തരുന്നതൊക്കെയും പരിധിയുള്ളതാകുന്നെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് നൽകി തരുന്നത് ഒരിക്കലും വറ്റിപ്പോകാത്ത നീരർവയാകുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഒരമ്പിൻപാട് ദൂരത്തെ കുറുങ്കാട്ടിൽ കുട്ടിയെ കിടത്തിയിട്ട് അവൾ നിലവിളിച്ചു. സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിന്റെ നിലവിളി കേട്ടി അവൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരിക്കലും പറ്റാത്ത ഹല്ലേലൂയ നീരർവളെ തുറന്നു കൊടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷനെ ഓർത്ത്, അവരുടെ പഠനത്തെ ഓർത്തൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ നിലവിളിയൊക്കെ കേട്ട് ഹല്ലേലൂയ സ്തോത്രം വഴികളെ തുറക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതേപോലെ ഹല്ലേലൂയ ചില പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അതൊക്കെയും കർത്താവ് നന്മയ്ക്കായി തീർക്കുന്ന ദൈവമാകുന്നു. ചിലരുടെ വാക്കുകൾ നമ്മെ വേദനിപ്പിക്കുന്നതാകുന്നു, ചിലരുടെ വാക്കുകൾ നമ്മളെ മുറിപ്പെടുത്തുന്നതാകുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അതൊക്കെയും ചില ഉറവുകൾ തുറക്കുന്നതിന് വേണ്ടിയാകുന്നു. നമുക്ക് പിന്നത്തെ ഇതിൽ മനസ്സിലാക്കാം. ഹന്നായെ നമുക്ക് നോക്കാം. ഒരു ഹന്നായെ പെനിന്ന കുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു ശമൂവേൽ ബാലൻ അവിടെ വെളിപ്പെട്ട് വരത്തില്ല. നമുക്കറിയാമല്ലോ ഹന്നായുടെ അവസ്ഥ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. ആലയത്തിൽ ചെന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ചവൾ ആലയത്തിൽ പോകണമായിരുന്നെങ്കിൽ ഒരു പെനിന്ന അവളെ കുത്തണമായിരുന്നു. ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഒരേ വീട്ടിലുള്ളവർ തന്നെ നമുക്കെതിരെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഒന്നും നമ്മുടെ ദൈവം അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതിന്റെ നടുവിലും കർത്താവ് നമ്മളെ നിർത്തും. അതിന്റെ പിന്നത്തേതിലൊരു ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തും. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അതേപോലെ എൻ്റെ മകള് 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത്, അല്ലെന്നെ അറിയാമല്ലോ, അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് അവളുടെ വിരലിനിങ്ങനെ വലത് കൈയുടെ ചൂണ്ടുവിരലിന് ഒരല്പം വേദന വരുവാനിടയായി തീർന്നു. സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം അവള് എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞ് കുത്തിപ്പഴുക്കുന്നത് പോലും ഇങ്ങനെ പഴുത്തു വന്നെന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, ബെഞ്ചേലെങ്ങാനും കയറി കൊണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് നടന്ന് ആശുപത്രി തോറും കൊണ്ടു നടന്ന് മരുന്ന് വെച്ച്
എടുത്തൊക്കെ വന്ന് കൈ ഓരോ ദിവസം കഴിയും തോറും കൈക്കകത്ത് ഒരു മാംസം രൂപപ്പെട്ട് വരുന്നതായിട്ട് കണ്ടു. ആ വിരലിന്റെ തുമ്പയിൽ ഇങ്ങനെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന പോലെ ഒരു മാംസം ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നത് പോലെ. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ് ഒരു സർജനുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഒരു 4-5 മാസം അവിടെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുവാനിടയായി തീർന്നത്. അവർ കട്ട് ചെയ്ത് കളയും, വീണ്ടും അവിടെ ഈ മാംസം ഇങ്ങനെ വരും. ഒരു സൗഖ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങി. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു വിരലിന്റെ ഈ അഗ്രഭാഗം മുറിച്ച് കളയണം, മുറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇതിന്റെ ആ ഒരു സമയത്തൊക്കെയും ദൈവസഭയും ദൈവമക്കളും ഒക്കെ ദൈവസന്നിധി നിലവിളിയോടെ പ്രാർത്ഥിച്ചു. ഒരു പൂർണ്ണമായ ഒരു സൗഖ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. വളരെ കഷ്ടതയുടെ നടുവിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരവസ്ഥ, സാമ്പത്തികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയ സമയത്ത് എൻ്റെ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന, കൈത്താങ്ങൽ, സ്നേഹം അവിടെയൊക്കെ എന്നെ ഉറപ്പിച്ചു. കർത്താവിന്റെ കരുതൽ ഞാൻ അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. അവിടുന്ന് ഓപ്പറേഷൻ പറഞ്ഞതിന്റെ ദിവസം ഇവൾക്ക് അതിന്റെ ടെൻഷൻ കയറി, മീറ്റിംഗും ഒക്കെ ഉണ്ടായി. ഞാനും കുഞ്ഞും മാത്രമുണ്ട് ഹോസ്പിറ്റലിൽ. ഇങ്ങനെ രാത്രി മൊത്തവും കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്ന് അവിടുന്ന് ഒരു സിസ്റ്റർ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു എന്താകും. വേറൊരാൾ, ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞിട്ട് വിളിച്ചതാ, ഞാൻ അറിയത്തോലുമില്ല. ഫോണിൽ വിളിച്ചിട്ട് ഫോൺ അവളുടെ കൈ കൊടുക്കാൻ ആൻറ്റി എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ യേശു സൗഖ്യമാക്കുന്ന ദൈവം വന്ന് നീ 10 പ്രാവശ്യം പറ, ദൈവം നിന്റെ ദേഹത്ത് നിന്റെ വിരലിന്മേൽ കത്തിവെക്കാൻ ദൈവം അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതേപോലെ അവളെ കൊണ്ട് അത് പറയിപ്പിച്ചു. അവൾ ഒത്തിരി ഷിവറിങ് ആയിട്ട് ഒത്തിരി ഭാരപ്പെട്ടു, ഒത്തിരി പ്രയാസപ്പെട്ടു. അത് രാവിലെ കാലമായപ്പോൾ അവൾ വെളുപ്പിനെ ഒന്ന് ഉറങ്ങി. രാവിലെ 7 മണിക്ക് ഞാൻ ഉണർന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ദൈവദാസൻ ഹോസ്പിറ്റലിൽ വന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടത്. ദൈവമക്കളുടെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ഡോക്ടർ വന്ന് റൗണ്ട്സിന് വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, പിന്നെ അവൾക്ക് ഇത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് മരുന്ന് വെച്ച് കെട്ടി. ഒത്തിരി ദിവസം ഞങ്ങൾ അവിടെ കിടക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ഒത്തിരി വേദനപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി. വീണ്ടും ഇതേപോലെ മാംസം വിളിച്ച് വരുവാനിടയായി തീർന്നു. ഒത്തിരി ഭാരപ്പെട്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ കൈക്ക് ഇതെന്തുവാ. അവസാനം കൈയുടെ ആ ഭാഗത്ത് അവൾക്ക് വേദന ഇല്ലാതായി തീർന്നൊരു വല്ലാത്ത തരിപ്പ്, വേദന ഇല്ലാത്ത ഒരു അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ച്, ദൈവമേ എന്തായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് ഇത് എല്ലിനകത്ത് ബാധിക്കുവാനിടയായി തീർന്ന അസ്ഥിയിലൊക്കെ പഴുക്കുന്നത് കൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞ് തിരുവനന്തപുരത്ത് SP ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, ഓർത്തോടെ മാത്രം ഒരു ഹോസ്പിറ്റലാണ്, നിങ്ങൾ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. ഒരു 4 മണി സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഞാനും എൻ്റെ ചേട്ടത്തിയുടെ മോനും കൂടെ അവിടെ കൊണ്ടുചെന്നു. അവിടെ ചെന്ന് കണ്ട് ഡോക്ടർമാർ, നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ 6 മാസം ആന്റിബയോട്ടിക് ഗുളിക ഈ കുഞ്ഞ് കഴിക്കണമെന്ന് പറഞ്ഞതാണ്. 6 മാസം ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ ഡോക്ടർ കണ്ടിട്ട് ചോദിക്കുക, ഇവൾക്ക് എന്താ അസുഖം, ഇവളുടെ കൈക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇനി ഒരു ഗുളികയും കഴിക്കണ്ട, യാതൊരു മരുന്നും ഇതിന് ഉപയോഗിക്കേണ്ട, അവൾക്ക് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല, എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. അന്ന് ആ മരുന്ന് നിർത്തിയതാ പ്രിയപ്പെട്ടവരെ. ഇന്നുവരെയും പിന്നെ കൈക്ക് യാതൊരു പ്രയാസവും പ്രശ്നവും ഉണ്ടോ. ഇപ്പോഴും അവളുടെ ആ വിരളിന് ഒരു ചെറിയ ഒരു തേമ്പല് പോലെ ഉണ്ട്. എങ്കിലും അവൾക്ക് അത് വെച്ച് എഴുതാൻ ആ ഒരു സമയത്തൊക്കെ അസൈൻമെന്റ് എഴുതിയും എല്ലാം അവൾ ചെയ്യുമായിരുന്നു. ഒന്നും അവൾ മാറ്റി വെക്കത്തില്ലായിരുന്നു. അതിനൊക്കെ കർത്താവ് അവൾക്ക് കൃപ കൊടുത്ത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ കടന്നു വരുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, ഇതിന്റെയൊക്കെയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒന്നിലും നമ്മൾ പതറിപ്പോകാനിട വരാതെ കർത്താവ് അവിടെ എല്ലാം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാകുന്നു. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ അവൻ എന്നെ സൂക്ഷിപ്പാൻ ശക്തൻ. നമ്മുടെ ഏത് പ്രയാസങ്ങളുടെ നടുവിലും അവൻ ഉപനിധിയായി നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ ഹല്ലേലൂയ സ്നേഹത്തിലൊന്ന് വസിച്ച് ദൈവത്തോടൊന്ന് ചേർന്ന് നടന്നാൽ മാത്രം മതി. നമുക്ക് എല്ലാത്തിനും നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അതേപോലെ ഞാൻ മദ്യപാനിയായ ഒരു മനുഷ്യനോടൊപ്പമാണ് ജീവിച്ചത്, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ നേരത്തെയൊക്കെ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഞങ്ങൾ രാത്രി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരുമ്പോൾ മിക്ക ദിവസം ഈ വാതിലിങ്ങനെ അടച്ചിരിക്കും, ഞങ്ങൾക്ക് തുറക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം വാതിലിങ്ങനെ അടച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഭവനം സിമെന്റ് തേക്കാതെ ജനലിന് കതവിടാതൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ 18 വർഷക്കാലം ഞങ്ങളിങ്ങനെ പോയതിന് ശേഷമാണ് ഇപ്പോഴുള്ള ഈ ഭവനം കർത്താവ് തന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ജനലിൽ കൂടെ ഞങ്ങൾ പുറത്തു നിന്ന് ഇങ്ങനെ
നോക്കുമ്പോൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. മദ്യപിച്ചിട്ടൊക്കെ വന്നാന്നേ ആ ഒരു സമയത്ത് ഇങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ ഞാനാന്നേ ജനലിൽ കൂടെ ഒരു കമ്പെടുത്ത് ഒരു ദിവസം ഇങ്ങനെ ചെറുതായിട്ട് കാലയിൽ ഇങ്ങനെ ഒന്ന് തൊട്ടപ്പം വേഗത്തിൽ ഉണർന്നിട്ട് കിടന്ന് വഴക്ക് പറയാൻ തുടങ്ങി. കതവ് തുറക്കട്ടെ, ഇപ്പം ഞാൻ കൊടുക്കാം, അവൾ എവിടെ പോയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പോയതാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടാ പോകുന്നത്, എങ്കിലും ആ ഒരു സമയം നമുക്ക് ആ ഒരു പെട്ടെന്ന് വന്ന് കതവ് തുറക്കുന്ന ആ ഒരു സമയം, ഞങ്ങൾ അപ്പുറത്തൂടെ വരുന്നതായ ഒരു സമയം ദൈവസന്നിധി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ വായ ദൈവം അടയ്ക്കണം, ഒരക്ഷരം പറയാൻ എൻ്റെ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും. ആ കിട്ടുന്നതായ ഒരു സമയം അത് വളരെ വിലപ്പെട്ടതാണ്. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശാന്തമായിട്ട് വന്ന് കതവ് തുറന്ന് പിന്നെ പോയി കിടക്കും. അല്ലെ പിന്നത്തേതിൽ ഒരു പ്രയാസങ്ങളും ഉണ്ടാക്കാതൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ ഏതെല്ലാം തരത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, എല്ലാ പ്രയാസങ്ങളുടെ നടുവിൽ ഇന്ന് വരെയും വിളിച്ച ദൈവം വിശ്വസ്തനായിട്ട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കർത്താവാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമുക്ക് പ്രാർത്ഥനയാണ് വേണ്ടത്. പ്രാർത്ഥനയുണ്ടെങ്കിൽ പരീക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. പരീക്ഷയിൽ നിന്നുള്ള വിടുതലിന്റെ ഏക മാർഗം പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ജയിക്കാം, ശത്രുവിനെ ജയിക്കാം. അവന്റെ ഉപായത്താൽ മനുഷ്യനെ തെറ്റിക്കുവാൻ അവൻ കടന്നു വരുമ്പോൾ അവന്റെ ഉപായത്തിൽ നിന്നൊക്കെയും പിടിച്ചു നിൽക്കുവാൻ കർത്താവ് നമ്മൾക്ക് ബലം തരും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, അങ്ങനെ മാത്രമല്ല, പിശാച് നമ്മളെ പരീക്ഷിക്കുന്നവനാണ്, അവൻ നമ്മളെ ബന്ധിക്കുന്നവനാണ്, ഏത് തരത്തിലും നമ്മുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവനാണ് ശത്രു. അതിനൊക്കെ നമ്മൾ പ്രാർത്ഥനയാൽ ജയിക്കണം. ഹല്ലേലൂയ സ്തോത്ര. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ, എൻ്റെ വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണമേ. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്ന് അനുതാപത്തിന്റെ ശബ്ദം ഒഴുകുമ്പോൾ, ഒരു താഴ്മയുടെ ശബ്ദം വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു കണ്ണുനീരിന്റെ ഒഴുക്കുണ്ടായാൽ, ഒരു ഏറ്റുപിറച്ചിൽ ശബ്ദമുണ്ടായാൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാരുടെ ശബ്ദമാണ് പിന്നെ നാം കേൾക്കുന്നത്. അനുതാപത്തിന്റെ മിഴിനീരോടെ ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് നമ്മൾക്ക് വേണ്ടി ദൈവദൂതന്മാരെ കൊണ്ട് സംസാരിപ്പിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. വടക്കേ ഇന്ത്യയിലെ കർത്താവിന് വേല ചെയ്യുന്ന ദാസന്മാരെയൊക്കെ നമുക്കറിയാം. നമ്മൾ എത്ര സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധനയ്ക്ക് പോകുന്നു, എത്ര സ്വാതന്ത്ര്യത്തോട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഭവനത്തിൽ ായാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ ഹല്ലേലൂയ കണ്ണുനീരോടെ ദൈവസന്നിധി ഞാൻ ആ വീഡിയോ ഒക്കെ ഓഫ് ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരു മീറ്റിംഗ് നടത്തിയാൽ ഹല്ലേലൂയ സ്തോത്രം, അവരെ ഉപദ്രവിക്കുന്നു, അവരെ കൊണ്ട് വേണ്ടാത്ത വാക്കുകളൊക്കെ അവിടെ നാവിന്മേൽ ഉച്ചരിപ്പിക്കുന്നു. അവർക്ക് സ്വാതന്ത്ര്യമില്ല. അന്ത്യകാലത്തിന്റെ സമയമാണ് ഇപ്പോൾ. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ആരാധനയ്ക്ക് പോകുവാൻ സ്വാതന്ത്ര്യമുണ്ട്, പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്, വീടുകളിൽ മീറ്റിംഗ് വെക്കുവാൻ അവസരമുണ്ട്. ഈ സമയമൊക്കെ നാം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ വ്രതാവായി തീരാതെ ദൈവവചനത്തിൽ വസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ ദൈവസ്നേഹത്തിൽ വസിച്ചുകൊണ്ട് പിന്നെയും കടന്നു പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ ഒരു ദിവസം ഒത്തിരി കടഭാരത്തിന്റെ നടുവിൽ, ഈ കൊറോണയുടെ സമയത്തൊക്കെ ഒത്തിരി കടഭാരത്തിന്റെ ഒരു നടുവിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഒരുപാട് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഒറ്റയ്ക്ക് നിന്ന് ഈ കടഭാരങ്ങളെ ആവശ്യങ്ങളുടെ നടുവിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ടി വന്ന സമയങ്ങളാണ് എൻ്റെ ജീവിതത്തിന്റെ മുന്നിൽ. അപ്പൊ ഞാൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ രാത്രിയാവുമ്പോൾ എൻ്റെ ഒരു കിടക്കുന്ന കട്ടിലിന്റെ താഴെ ഒരു തലേണ എടുത്തു വെച്ചിട്ട് അതിനകത്ത് മുട്ട് കുത്തിയിട്ട്, അല്ലാതെ തറയെ മുട്ട് കുത്താൻ പറ്റത്തില്ല, മുട്ടിന് വലിയ വേദന, മുട്ട് കുത്തിയിട്ട് കട്ടിന്മേൽ കൈ ഊന്നിക്കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കും, കർത്താവേ, എൻ്റെ അവസ്ഥ എന്തായിത്തീരും, എൻ്റെ കടഭാരങ്ങൾ എങ്ങനെ തീർക്കും, ഒരു വഴിയും മുന്നിലില്ല, ഒന്നും മുന്നിലില്ലാത്ത അവസ്ഥയിലൊക്കെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് അന്ന് രാത്രി ഒരു സ്വപ്നം തന്നു. ഒരു വലിയ കലക്കവെള്ളം, ഒരു തോടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ കലക്കവെള്ളത്തിന്റെ നടുവിലൂടെ ഒരു മനുഷ്യൻ, ഒരു ബലമുള്ള കര എന്നെ പിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഞാൻ പറയുക, എന്നെ വിടല്ലേ വിടല്ലേ, ഞാൻ ഇതിനകത്ത് മുങ്ങിപ്പോകും, എന്നെ വിടല്ലേ വിടല്ലേ എന്ന് പറയുമ്പോൾ എന്നോട് പറയില്ല, ഞാനല്ലേ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ മറുകരയിൽ കൊണ്ടെത്തിക്കുന്ന അനുഭവം ഞാൻ കാണും. പിന്നത്തേത് ആ സാമ്പത്തിക വിഷയങ്ങളുടെ നടുവിലൊക്കെ ഒരു ക്രമീകരണ സ്വർഗത്തിലെ ദൈവം തരുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനീതി ആ ദിവസം വരെയും കാക്കുവാൻ ശക്തനാകുന്നു. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ഞാനാണെങ്കിൽ ഹല്ലേലൂയ ഒരു കടയിൽ ജോലിക്ക് പോകുന്നതായ ഒരു സമയത്ത്, എൻ്റെ മോള് +2 പഠിക്കുന്നതായ ഒരു സമയത്ത്, പിന്നെ അവൾക്ക് +2 പഠിക്കുമ്പോൾ ഞാൻ ഈ ഓണത്തിന്റെ സമയമാകുമ്പോൾ എനിക്കാണെങ്കിൽ കടയിൽ നിന്ന് രാത്രി ഒരു 9:30 മണിയൊക്കെ ആയിട്ടേ വരാൻ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് സെയിൽ നടക്കുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണ്. അവിടുന്ന് നമ്മളെ അവര് ഓട്ടോയിലൊക്കെ വിടും, 9:30 ആയിട്ടേ വിടത്തുള്ളൂ. ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം തരും. അങ്ങനെ ആ ഒരു സമയമാകുമ്പം മോള് ഇവിടെ ഒറ്റയ്ക്ക് കാണും, ആ പപ്പയും മാത്രമേ കാണൂ. ആ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ 9:30 ആട്ടോയിൽ വന്നപ്പോൾ അവളിങ്ങനെ വെളിയിൽ പിന്നെ
വെളിയിലത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പൈപ്പിന്റെ ചെവിട്ടിലൊരു പായ എടുത്തിട്ട് ഷീറ്റും പൊതിച്ച് അവിടെ കിടക്കുക. ഞാൻ ഓട്ടോ നിർത്തിയിട്ട് ഓട്ടോക്കാരൻ കാണാതെ ഞാൻ അവിടെ മറഞ്ഞു നിന്നിട്ട് ഞാൻ ചെന്ന് വിളിച്ചു. അവള് മയങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ മക്കളെ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചും പറഞ്ഞ, പപ്പ കുടിച്ചിട്ട് വന്ന് വീട്ടിനകത്ത് വഴക്കുണ്ടാക്കി. ടി വി അന്ന് ഞങ്ങൾക്ക് പെട്ടി പോലൊരു ടി വി ഉണ്ടായിരുന്നു, അത് ഓണാകാഞ്ഞിട്ട് വഴക്കുണ്ടാക്കി, അത് തല്ലിപ്പൊട്ടിക്കാനും അവളെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ നിന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വഴക്കുണ്ടായതുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ അവൾക്ക് നാണക്കേട്. അങ്ങനെ അവൾ അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചുണർത്തി. അപ്പൊ ഇതൊന്നും അറിയുന്നില്ല, ഉറങ്ങിപ്പോയി. വാതിൽ കിടന്നങ്ങ് ഉറങ്ങും, കതവും അടയ്ക്കാൻ സമ്മതിച്ചില്ല. കൊച്ചിനെയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞ്, എന്നെ ഒരുപാട് വഴക്ക്, ഞാൻ ഇനി വരട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചകത്ത് കൊണ്ടുപോയി നോക്കി. ഞാൻ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ടി വി ഇനി ഒരിക്കലും ഓണായിത്തീരില്ല, ഇതിന്റെ പേരിൽ ഒരു പ്രയാസവും പ്രശ്നം ഇവിടെ ഉണ്ടായിത്തീരില്ല എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു 3 വർഷക്കാലം കടയിൽ ജോലി ചെയ്തിട്ട് ആ ജോലി വിടുവാനിടയായി തീർന്നു. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സേഫ്റ്റി, അവള് വൈകിട്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായാലും എൻ്റെ കുഞ്ഞിന് പഠിക്കണം, സമാധാനത്തോടൊക്കെ ഇരിക്കണം. അതിനു വേണ്ടി അവിടുന്ന് ഞാൻ ആ ജോലി വിടുവാനിടയായി തീർന്നു. എൻ്റെ നടുവിലൊക്കെ കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും. എങ്ങനെ ദൈവത്തെ എത്രയോ പേർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെച്ച് ദൈവത്തെ ആരാധിക്കുന്നത്, ഒച്ച വെച്ച് ദൈവത്തെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയാ നടത്തിയ വിധങ്ങൾ ഓർത്താൽ ഒച്ച വെക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുപോലെ ജേനി ആന്റി കഴിഞ്ഞ ദിവസം പറയുവാനായി തീർന്ന്, പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഒരു സംതൃപ്തി ഉണ്ടാകൂ. അതങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു നിമിഷം പോലും ദൈവസന്നിധിയിൽ കരയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ദൈവസന്നിധിയിൽ നിന്നിരിക്കുന്ന നിമിഷം മുതൽ തീരുന്നവരെയും കണ്ണുനീരോട് ദൈവപാദപീഠത്തിൽ ഇരിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. കരഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് സംതൃപ്തിയില്ല, മനസ്സിന് സമാധാനമല്ല. ഞാൻ ദൈവത്തോട് പറയും, കരച്ചിൽ വന്നില്ല കർത്താവേ എനിക്ക് കരയണം, എന്നെ കരയണം. ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, ഞാൻ കടന്നു വന്ന വഴികളൊന്ന് നോക്കിയാൽ എനിക്ക് കരയുവാനല്ലാതെ, ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുവാനല്ലാതെ എനിക്ക് എന്താ പ്രിയപ്പെട്ടവരെ ഉള്ളത്. ഹല്ലേലൂയാ സ്തോത്രം. അതുപോലെ എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിരിക്കുന്ന ഒരു ദിവസം, ഈസ്റ്ററിന്റെ ദിവസങ്ങൾ, ക്രിസ്മസിന്റെ ദിവസങ്ങൾ, പള്ളിപ്പെരുന്നാൾ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഏറെ അനുഭവിക്കുന്ന സമയങ്ങളാണ്. മദ്യപാനികളോടൊപ്പം ജീവിക്കുന്നവർക്ക് അറിയാം അവന്റെ ഭവിഷ്യത്തുകൾ. എങ്കിൽ ചില മദ്യപാന്മാരുണ്ട്, അവരൊക്കെ ഒരുപാട് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുടിച്ചിട്ട് വന്നാൽ സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ വലിയ ബഹളമൊന്നും ഇല്ലാത്ത, ഇതങ്ങനല്ല, നേരെ തിരിച്ചാണ്. 1-2 വർഷമല്ല, 31 വർഷമാണ് ഞാൻ അനുഭവിച്ചത്. ഈ 31 വർഷമുണ്ടെങ്കിൽ അതിൻ്റെ 2002 ഞാൻ കർത്താവിനെ അറിഞ്ഞത്. അന്ന് മുതൽ ഏത് വിഷയത്തിന് നടുവിലും കർത്താവ് നടത്തുന്നു. അതുപോലെ ഒരു ഈസ്റ്ററിന്റെ ദിവസം രാവിലെ ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ട് ഞങ്ങൾ ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അന്ന് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ അന്നത്തെ പാസ്റ്റർ പറഞ്ഞ്, അവിടെ ഇരിക്കും, തീർന്നിട്ട് ആശീർവാദം പറഞ്ഞിട്ടില്ല, പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അപ്പം ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നപ്പോൾ സമയം പോയി, 1:30 മണിയൊക്കെ കഴിഞ്ഞ്, ഊണ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു കോടാലി എടുത്തോണ്ട് ഞങ്ങളുടെ നേർക്ക് വരുവാ, നിങ്ങൾ ഇത്രയും സമയമായിട്ട് എവിടെ പോയെന്നും പറഞ്ഞു. അപ്പോൾ ഈ ചുറ്റുമുള്ളവർ, നമ്മുടെ അടുത്തടുത്ത് വീടുകളാണ്, നമ്മുടെ ആൾക്കാർ തന്നെയാണ്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കും. അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഞങ്ങൾ പെന്തക്കോസ്തിൽ പോയിട്ടുള്ളതും വിശ്വാസ ജീവിതത്തിലായിരുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതിൻ്റെ നടുവിലൊക്കെയും പിന്നെ ഇത് നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് വളരെ വിഷമം. അതിൻ്റെ നടുവിലൊക്കെ എങ്ങനെ നിൽക്കും. നാലിന്ന് കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ മദ്യപാനമൊക്കെ നിർത്തി ആരാധനാലയത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചത് തന്നെ ഒരു അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. പെന്തക്കോസ്തുകാരെ ഇഷ്ടമല്ല, അന്യഭാഷയെ കളിയാക്കും, ദൈവത്തെ കളിയാക്കും. പ്രാർത്ഥന വെച്ചാൽ പറയും എലിയെ ഓടിക്കാനാണ് പ്രാർത്ഥന വെക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കളിയാക്കും, എന്തെല്ലാം പറയുന്നു. പാസ്റ്റർമാരെ കുറിച്ച് പറയുമ്പം പറയും കുന്താലി എടുത്തുകൊണ്ട് കളിക്കാൻ പോകണം, അല്ല വെറുതെ നടന്ന പൈസ വാങ്ങും. അതൊക്കെ വേദനയോടെ കേൾക്കും. ഒരു വാക്ക് പോലും നമുക്ക് തിരിച്ചു പറയാനോ മറുത്ത് പറയാനോ ഒക്കത്തില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. മദ്യപിച്ചിട്ട് വന്നാൽ ഭയങ്കര ദേഷ്യം, നമുക്ക് തിരിച്ചൊന്നും പറയാനൊക്കത്തില്ല, ഉപദ്രവിക്കും. ആ രീതിയിലൊക്കെ ആയതുകൊണ്ട് എല്ലാം കേട്ട് നിന്ന് സഹിക്കാനല്ല, അതൊന്നും നമുക്ക് ഒന്നും ഒക്കത്തില്ല. ദൈവസന്നിധിക്കാരെയും സകലത്തിനും കർത്താവ് മറുപടി തന്നതിൻ്റെ നടുവിലൊക്കെ കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഭൂമിയുടെ മുകളിൽ കാണുകയില്ലായിരുന്നു. ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അന്തരീക്ഷത്തിലൂടെ ഒക്കെയാണ് ഞാൻ കടന്നു പോയതെങ്കിലും പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഇങ്ങനൊന്ന് പിണങ്ങി നിൽക്കുവാനോ പോയി കുറേ ദിവസം വീട്ടിൽ പോയി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റിടത്ത് മാറി നിൽക്കാനോ ഒന്നും ഇട വന്നിട്ടില്ല. ഒരുമിച്ച് തന്നെ ഒരു ഭവനത്തിൽ തന്നെ ഇന്നുവരെയും താമസിക്കുവാൻ കർത്താവ് കൃപ തന്നു. പലാവധി ഞാൻ ചിന്തിച്ചു, എൻ്റെ വീട്ടിൽ പോകണമെന്നൊക്കെ ചിന്തിച്ചു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാകുന്നുവല്ലോ. കർത്താവിൻ്റെ വചനത്തിന് വ്യവസ്ഥ അത് സംസാരിച്ചതനുസരിച്ച്
അനുസരിച്ച് അതിലെന്നെ തന്നെ സമർപ്പിച്ച് ഈ ദേശത്ത് തന്നെ പാർക്കുവാനിടയായിത്തീർന്നു. അതേപോലെ 18 വർഷക്കാലം എൻ്റെ വീട് വാർത്തതാ, പക്ഷേ സിമെന്റ് തേച്ചിട്ടില്ല, ജനലിന് കതവിട്ടില്ല. ഒരവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഭിത്തിമേൽ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം തരണം, എൻ്റെ വീടൊന്ന് തേച്ചെടുക്കുവാൻ, എൻ്റെ ജനലിന് കതവിടുവാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം വളർന്ന് അവർക്ക് നാണക്കേടാകുന്നുവല്ലോ, ഇതിനൊക്കെ ഈ ഒരു മാറ്റം തരണം. ദൈവസന്നിധി പ്രാർത്ഥിച്ചു. കർത്താവ് അതിൽ നിന്നൊക്കെ വിടുതൽ തന്ന ആ ഒരു പണി നടക്കും. ഞങ്ങൾക്ക് ഇപ്പോൾ താമസിക്കുന്ന ഈ ഭവനത്തിന്റെ പണി നടക്കുമ്പോൾ ഇതിലെ കടന്ന് ഈ വഴിയെ പോകുന്നവരൊക്കെയും പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇവർക്ക് ബന്ധക്കോസിൽ പോയി അമേരിക്കയിൽ നിന്ന് പൈസ വന്നാലേ ഇവർക്ക് ആരോ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു വീട് വെക്കാൻ ഒക്കത്തില്ല എന്നൊക്കെയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമല്ല, മനുഷ്യരല്ല ഞങ്ങൾക്ക് തന്ന കർത്താവിന്റെ പ്രവൃത്തിയാ എന്ന് പറയുവാനിടയായി തീർന്നു. അവിടെയും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ നടത്തിയത് എഴുന്നേറ്റിരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ രാത്രിയുടെ യാമങ്ങളിൽ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ എഴുന്നേറ്റും ദൈവസന്നിധിയിൽ കരയും, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, അവരെ എങ്ങനെ പഠിപ്പിക്കും, ഏതവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമെന്നൊക്കെ ചിന്തിക്കും. അതിൻ്റെ നടുവിലൊക്കെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സമയങ്ങളുണ്ട്, പല പ്രയാസങ്ങളുടെ നടുവിലൂടെ. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞുങ്ങളെ വണ്ടിക്കൂലി കൊടുത്ത് സ്കൂളിൽ വിടാനില്ലാത്ത സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നടുവിലൊക്കെ കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അതേപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, ഏത് പ്രയാസങ്ങളുടെ നടുവിലൂടെ ഞാൻ കടന്നുപോയാലും, പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഒക്കെ ഞാൻ കടന്നുപോയാലും കർത്താവ് എന്നോട് സംസാരിക്കും, വ്യക്തമായി എന്നോട് സംസാരിക്കും, വചനത്തിലൂടെ ഇടപെട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ദർശനത്തിലൂടെ ദൈവം എനിക്ക് വെളിപ്പാടുകളെ നൽകി തരും. അതിന്റെ നടുവിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിലവിളിക്കും, പ്രിയപ്പെട്ടവൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും, സ്തോത്രം കർത്താവേ, സ്തോത്രം അപ്പാ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ അടിച്ചിട്ട് ചോദിക്കും, നിനക്ക് എത്ര അപ്പനുണ്ടായിട്ടാ, നീ എത്ര അപ്പനെ വിളിക്കുന്നു? അവിടെയൊക്കെയും ആപത്തി ദൈവസന്നിധി കരയുവാനല്ലാതെ ഒന്നും എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. അതേപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗത്തിന്റെ അവസ്ഥ വരുമ്പോൾ അവർ ചുമയ്ക്കുമ്പോൾ, കൊച്ചു ചുമച്ചാൽ നിനക്ക് അടിയുള്ളൂ, ഒരു ചുമയ്ക്ക് ഒരടി വീതം എനിക്ക് തരുമായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ആപത്തിയിരിക്കും ചുമയ്ക്കാതെ. ഒരവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ഇന്നതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര മഹത്തരമാകുന്നു ഞാൻ പിന്നെയും മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിടൊക്കെയും ജയമെടുപ്പാൻ കർത്താവ് സഹായിച്ചു. ദേശത്തിന്റെ നടുവിൽ ലജ്ജിച്ച് പോകാതെ, തളർന്നു പോകാതെ കർത്താവ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിച്ചതുകൊണ്ട്, അവന്റെ വചനത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, അവന്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തി. അതേപോലെ ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ഒരിക്കലും പരാജയമല്ല, വിജയമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ അക്കമിട്ട് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അതിനേക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവൾ ജോലിയില്ലാതെ ഭാരപ്പെട്ട് ഡിസംബർ 25-ന് ഇവിടുന്ന് പോയി. ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് പോയ കുഞ്ഞുങ്ങൾക്കൊക്കെ ജോലി കിട്ടിയത് കൊണ്ട് അവൾക്കും ജോലി കിട്ടും, എത്രയും വേഗം ജോലി കിട്ടുമായിരിക്കും എന്ന് വിശ്വസിച്ചു. എങ്കിലും അവിടെ ചെന്ന് പലരോടും CV പലരും കൊടുത്തു, എല്ലാം ചെയ്തു. എങ്കിലും ദൈവത്തിന്റെ സമയമായപ്പോൾ എൻ്റെ ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി കർത്താവ് കൊടുക്കുവാനിടയായി തീർന്നു. നമ്മൾ ആ ജോലിയിലായിരിക്കുന്നു. ഇനി അവൾക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ജീവിതം ഒരുക്കും പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൻ ആലയത്തിൽ കടന്നു വരുന്നത് തന്നെ ഒരു അത്ഭുതങ്ങളുടെ അത്ഭുതമാകുന്നു ഞാൻ പറഞ്ഞുവല്ലോ. ഹല്ലേലൂയ, ഇപ്പോഴും ആൾക്കാർക്ക് വിശ്വസിക്കാൻ വയ്യ. മദ്യപാനം നിർത്തിയെന്നും ആരാധനയ്ക്ക് വരുന്നുവെന്നും പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, ആരാധനയ്ക്ക് വരുന്നോ, മദ്യപാനം നിർത്തിയോ, സത്യമാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കും. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയാകുന്നു. ഒരു സമയത്ത് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ഈ പെന്തക്കോസ്ത് ആരാധന ഇഷ്ടമാണെന്നും പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഇഷ്ടമാകുന്നു ഒക്കെ അറിയാം. പക്ഷെ ഞാൻ കടന്നു പോകുന്നു എന്നുള്ളത് അച്ഛന് മാത്രം അറിയത്തില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. അറിയുന്നവരാരും പുള്ളിയോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം വല്ലാത്ത ഒരു സ്വഭാവമായതുകൊണ്ട് ഉപദ്രവിക്കും. അതുകൊണ്ട് ആരും വീട്ടിൽ നിന്നും ആരും പറഞ്ഞു കൊടുക്കത്തില്ല. ആ ഒരവസ്ഥയിലൂടെ ഒക്കെ കടന്നു. ഞാൻ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ, ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ മുമ്പേ ഇറങ്ങുന്ന ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വരുന്ന ഒന്ന് നോക്കാൻ പറയും. അങ്ങനെ നോക്കിയിട്ട് ആരുമില്ല. 4 സമയത്ത് വേഗത്തിൽ ഞാൻ ഇറങ്ങി ഒരു ഊടുവഴിയിലൂടെ ഒക്കെ ഞാൻ ഇങ്ങ് വീട്ടിൽ പോരും. ഒരു ദിവസം ആരാധനയ്ക്ക് ഞാൻ കടന്നുപോയ സമയത്ത് എൻ്റെ എതിരെ വരുവാനിടയായി തീർന്നു. എങ്ങോട്ട് പോകുന്നു ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എവിടെ പോവാന്ന്. അപ്പൊ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഞാനും ഒരിടത്ത് വരെ പോവുക, ചിട്ടി പൈസയൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പോകാനിടയായി തീർന്നു. അങ്ങനെ വളരെ ബുദ്ധിയോടെ ജ്ഞാനത്തോടൊക്കെ പിടിച്ചു നിൽക്കുവാൻ കർത്താവ് കൃപ തന്നതിന്റെ നടുവിലൊക്കെ ദൈവത്തിന്റെ ഹല്ലേലൂയ അളവറ്റ സ്നേഹം, കരുണ, കൃപ, ഇതിനൊന്നും എനിക്കൊരു യോഗ്യതയും പറയുവാനില്ല. അനേകം
ധനവാന്മാർ അനേക ഉന്നതന്മാർ ദേശത്തായിരുന്നപ്പോൾ കർത്താവെ സ്തോത്രം. കർത്താവിനെ തെരഞ്ഞെടുത്ത് ഒരു യോഗ്യതയും പറയുവാനില്ല, കുടുംബശ്രേഷ്ഠത പറയുവാനില്ല, ധനത്തെക്കുറിച്ച് പറയുവാനില്ല, ഒന്നും വിദ്യാഭ്യാസ യോഗ്യതയിലെങ്കിലും കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ എന്നെ നിലനിർത്തി. ആ കരുതലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എത്രത്തോളം കർത്താവ് ഹല്ലേലൂയ നടത്തി എല്ലാവിധങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പിന്നെയും ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. അതേപോലെ കർത്താവ് നമ്മെ വിളിച്ചിറക്കിയത് നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വഴിയിൽ ഉപേക്ഷിക്കുവാനല്ല, നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിറക്കിയത് നമ്മെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തെ നിറവേറ്റുവാൻ, നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ ആശ്വസിപ്പിക്കുവാൻ മതിയായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ആയതിനാൽ ഇത് അന്ത്യകാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ബുദ്ധിയോടെ കാലങ്ങളെ ഗണിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. വചനത്തിൽ ഉറയ്ക്കാം, നല്ല മുന്തിരിവള്ളിയായി ഫലം കായ്ക്കാം, അതിനായി സമർപ്പിക്കാം. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന ബിന്ദുശ്രീക്ക് ദൈവനാമത്തിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലിരിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കാനിടയായി തീർന്നു. കൈഞ്ഞാരങ്ങൾ നടത്തിയ വിധങ്ങളെ കുറിച്ച് നമ്മളോട് ഷെയർ ചെയ്യുവാൻ ഇന്ന് പൽക്കാലം നമ്മുടെ അമ്മ അലക്സാനിയിൽ കൂടെ ദൈവം നടത്തിയ കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞാലങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒക്കെ എന്തായിത്തീരും എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ പലപ്പോഴും നമ്മളെ പൊന്നാക്കി തീർക്കുവാൻ, നമ്മളെ ചെത്തി വെടുപ്പാക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ ഒന്ന് ചെത്തി വെടുപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പിന്നില് ഒരു ദൈവിക ഉദ്ദേശം നമ്മൾ കൂടെ ഉണ്ട് എന്ന് നാം പറയുമ്പോൾ വളരെയധികം സന്തോഷിക്കും. കാരണം ഹല്ലേലൂയ സ്തോത്രം ലോകം മുഴുവനും അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മുഴുവനും ഹല്ലേലൂയ നമുക്കെതിരെ കടന്നു വന്നാലും നമ്മുടെ കൂടെയുള്ള സർവശക്തൻ ആ ദൈവത്തിന്റെ ആ ബലത്തിൽ നമുക്ക് ഒരു നിമിഷം ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളെ പലപ്പോഴും അല്ലെങ്കിൽ കഷ്ടതയെ കൂടെ ശോധനയെ കൂടെ പ്രയാസം കൂടെ കടത്തി വിടുമ്പോൾ വളരെയധികം നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നു അല്ലെ. അല്ലെങ്കിൽ ഒറ്റോരും ഉടയോരും ആരോടും ചെന്ന് പറയാൻ പറ്റാത്തപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സങ്കടം പറയുമ്പോൾ അതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന, അതിനൊരു പരിഹാരം വരുത്തി തരുന്ന നല്ലവനായ കർത്താവിനെ കുറിച്ച് നമുക്ക് ഇന്ന് പൽക്കാലം തന്റെ സാക്ഷ്യത്തിൽ കൂടെയും വചനത്തിൽ കൂടെയും നമുക്ക് അമ്മണി അലക്സാണ്ടി കൂടെ കാണുവാനിടയായി തീർന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് അല്ലെങ്കിൽ തികഞ്ഞ മദ്യപാനിയാ തീർന്ന, അല്ലെങ്കിൽ ഇപ്പോഴും അതിശയമാണ് എങ്ങനെ മദ്യപാനം നിർത്തിയെന്ന്. എത്രയോ പേർ ഏതെല്ലാം മരുന്നുകൾ കഴിച്ച് ആശുപത്രിയിലെല്ലാം അഡ്മിറ്റ് ചെയ്തിട്ടും അന്നേരത്തേക്ക് മാത്രം, എന്നാൽ പിന്നീടും മദ്യം കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്താൽ സകലം സാധ്യമാക്കി തരുന്നുള്ള ഉത്തമ ബോധ്യം ആന്റി പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ആ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ആന്റിയുടെ ജീവിതത്തിലും അത് അനുഭവിച്ചറിയുവാൻ, തന്റെ മക്കൾക്കും അത് അനുഭവിച്ചറിയാൻ കർത്താവ് ഇടയാക്കിയ നല്ല സൗഭാഗ്യത്തിന് ആ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം. അതുപോലെ നമ്മൾ അല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി നമുക്ക് സർവവും സാധ്യമാക്കി തരുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ടു പോയ ദിവസം, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആയുസ്, നഷ്ടപ്പെട്ട നമ്മുടെ ആരോഗ്യം ഒക്കെയും അല്ലെങ്കിൽ ആ സ്തോത്രം ഒരു വാക്കുകൊണ്ട് നമുക്ക് ചമച്ചു തന്ന അല്ലെങ്കിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച കർത്താവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. അതുപോലെ അനി പറയാനിടയായി തീർന്നു. അല്ലെങ്കിൽ എല്ലാം തകർന്നു എന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ആ തോറ്റുപോയവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കരച്ചിന്റെ ശബ്ദം കേട്ട് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ആരെല്ലാം നമ്മളെ കളിയാക്കിയോ അതിന്റെയൊക്കെ മധ്യത്തില് നിന്ദിച്ചവരുടെ പരിഹസിച്ചവരുടെ മധ്യത്തില് നമ്മളെ മാനിച്ച ഒരു ദൈവമുണ്ടെന്ന് അല്ലെങ്കിൽ തന്റെ അനുഭവത്തിൽ നിന്ന് കാണുവാൻ കർത്താവ് ഇടയാക്കി. അതുകൊണ്ട് പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ കേട്ട സാക്ഷ്യം, ഈ കേട്ട വചനം നമ്മളെ ഒന്നും കൂടെ ആത്മീയ പ്രചോദനമാക്കി തീർക്കുന്നു എന്ന് നമുക്ക് ഒന്നും കൂടെ അല്ലെങ്കിൽ ആ സ്വത്ര ഉറപ്പായി നമുക്ക് പൂർണ്ണമായി ഒന്നും കൂടെ ഉറച്ച വിശ്വാസത്തോടെ നമുക്കും ആയിരിക്കാം. കാരണം പ്രാർത്ഥന കൈത്താണ്. നമ്മൾ ഒരിക്കലും മറുപടി കിട്ടുകയില്ല, ഒരിക്കലും നമുക്ക് ഈ വിഷയത്തിന് മറുപടി കിട്ടുകയില്ല, അല്ലെങ്കിൽ എത്ര നാളായി അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ നമുക്കിത് കാര്യങ്ങളൊക്കെ സാധിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ ഹാഗാറിന്റെ അബ്രഹാമിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കാൻ ഇടയായി തീർന്നു. ഹാഗാറിന്റെ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ കൂടെ ഒന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹല്ലേലൂയ അബ്രഹാം സമാധാനത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞ സമയത്താണ്
അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് കരടായി തോന്നിയപ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അസൂയ തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നന്മകൾ പ്രാപിക്കുമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ആരും അറിയാതെ അവിടെ നിന്ന് മാറ്റി പറഞ്ഞു വിട്ടപ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയപ്പോഴൊക്കെ കുഞ്ഞിന്റെ ബാലന്റെ അല്ലെങ്കിൽ മരണം പോലും കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടയാക്കിയെങ്കിൽ അല്ലെങ്കിൽ ആ സ്തോത്രം വീണ്ടും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് മരുഭൂമിയുടെ അവസ്ഥകൾ നമ്മള് അല്ലെങ്കിൽ ഏത് അവസ്ഥയിലും സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ കൈവിടാത്തൊരു ദൈവം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസം കടന്നു വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവർ വിചാരിക്കും എന്തെങ്കിലും ആവശ്യത്തിന് ചോദിക്കാനായിരിക്കും, അല്ലെങ്കിൽ സഹായം ചോദിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ എത്രയോ പേർ കൺമറഞ്ഞ് അല്ലെങ്കിൽ കാണാത്തവരെ പോലെ പോയവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ നമ്മൾ ആരും അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും മടുപ്പ് കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷകൾ യാചനകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഏതവസ്ഥയിലായാലും നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന, അല്ലെങ്കിൽ നമ്മളെ തക്ക സമയത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണെന്നും, അല്ലെങ്കിൽ ഭയപ്പെടുന്ന നാളെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ സ്തോത്രം എനിക്ക് അതിൽ കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു പോയിന്റുകൾ, അല്ലെങ്കിൽ ആ തോട്ട്സ് ആയിട്ട് വചനത്തിന്റെ സന്ദേശം കൊണ്ട് എനിക്ക് തോന്നിയ പോയിന്റുകളാണ് ഞാൻ എഴുതി വെക്കുവാൻ ഇടയായി തീർന്നത്. തീർച്ചയായിട്ടും പിന്നെ നമ്മൾ എന്തിനു ഭാരപ്പെടണം, എല്ലാം നമുക്ക് വേണ്ടി യഹോവ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന നമുക്ക് ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അല്ലെങ്കിൽ നല്ല ഞാൻ വെച്ചു പെട്ടെന്ന് അതിന്റെ നിർത്തി അല്ലെങ്കിൽ സ്തോത്രം തന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഇതന്നെ ധാരാളമായി അല്ലെങ്കിൽ നമുക്ക് തൃപ്തിയോടെ ദൈവത്തെ ഒന്നും കൂടെ പാടി സ്തുതിക്കുവാനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തില് കൃപകൾ ഒരുക്കി തന്ന കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എന്നെ നമ്മൾ പറഞ്ഞ് അനേക വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന നല്ല സഹവാസത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തി സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കും നമ്മൾ രാവിൽക്കാലവും അനേക വിഷയങ്ങൾക്ക് എന്റെ വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ജാഗരിപ്പാനൊക്കെ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളെ കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ചെത്തി വെടുപ്പാക്കുമ്പോൾ നമുക്കൊന്നും കൂടെ ഉറപ്പാടെ വിശ്വസിക്കണം, കർത്താവ് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കല്ല, നമ്മുടെ നാശത്തിനല്ല, നല്ല പൊന്നാക്കി പുറത്ത് കൊണ്ടുവരുവാൻ ആണ് എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ കർത്താവ് നമ്മളെ ജീവിതത്തിൽ സഹായിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ സ്ഥലം നമുക്കായിരിക്കാം. അതുപോലെ നമുക്ക് ഇനി എന്തെങ്കിലും പ്രാർത്ഥന വിഷയമായിട്ട് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ആർക്കെന്തെങ്കിലും പ്രാർത്ഥന വിഷയമായിട്ടൊക്കെ ആർക്കെന്തെങ്കിലും പറയാൻ സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പേരുകൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ വളരെ നമുക്ക് സമയം കളയാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് വീണ്ടും ചുമയും ഒരു പനിയുടെ ബുദ്ധിമുട്ടും ഒക്കെ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞിരിക്കുന്ന പാർശ്വവരും വൈകിട്ട് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും സ്തോത്രം. നമ്മുടെ റൻസി ജോമനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി ഇവിടെ ഒരു ആശ്വാസം കൊടുക്കാനും പ്രത്യേകിച്ച് അവന്റെ നടക്കുന്ന മീറ്റിംഗും ആ കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണേ. തുടർന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥന ഓർക്കണമേ. അതുപോലെ വേറെ ആർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പ്രേസി വന്ന് പ്രേസിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. പിന്നെയും പ്രാർത്ഥനയെ ചോദിക്കുന്ന വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് ഈ തുമ്മി കണ്ണും മുഖവും എല്ലാം അങ്ങ് വീർത്ത് ഇന്നത്തെ വെയിലെല്ലാം കൊണ്ടല്ലോ, അതിന്റെ സ്തോത്രം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണമേ. സ്തോത്രം. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ നാളെ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ഇന്നങ്ങ് പറയുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓഷീന ഒബി എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് നാളെ അതെ ഓഷീൻ സ്റ്റീഫൻ നാളെ അവർക്ക് സാറ്റിന്റെ എക്സാം ഉണ്ട്. പ്രാർത്ഥനയിൽ ഓർക്കണേ. ഓഷീൻ സ്റ്റീഫൻ എബ്രഹാം, ഒബി സ്റ്റീഫൻ എബ്രഹാം, അവർക്ക് നാളെ സാറ്റിന്റെ എക്സാം. പ്രാർത്ഥിക്കണേന്ന് ഇപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടു. അന്നേരം ഞാൻ ഓർത്തത് എനിക്ക് 26 അറിയെങ്കിലും അപ്പം പ്രാർത്ഥിക്കണേന്നോ പറഞ്ഞു. അപ്പം ഗ്രൂപ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നമുക്കിനി ആർക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഓക്കെ, നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ. നമുക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെ സമയങ്ങളൊക്കെ ആണല്ലോ. പ്രത്യേകിച്ച് കേരളത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. വളരെയധികം ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയങ്ങളാണ്.
പ്രത്യേകിച്ച് പറയാതെ നമുക്കറിയാമല്ലോ, ആരുടെയും കുടുംബജീവിതത്തിൽ ഒരു കാര്യമോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവാതെ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കാൻ മദ്യപാനം എന്നൊരു വിഷയം വല്ലാതെ പ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ധാരാളമായി ഇഷ്ടംപോലെ കിട്ടുന്ന സമയങ്ങളാണ്, വില കുറച്ച് കിട്ടുന്ന സമയം കൂടി ആണല്ലോ. തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ അതാണ്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ അനുവദിക്കാതെ, മദ്യപാനം എന്നുള്ളൊരു വിഷയത്തിന്മേൽ ആരും ഭാരപ്പെടാൻ അനുവദിക്കാതെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാക്കണം. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണം. തന്മൂലം ഭാരപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ, നമ്മളെ വേദനകളൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട ജീവിതത്തിൽ അങ്ങനെ ഭാരമ പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവാതെ കർത്താവ് തന്നെ നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാൻ ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കണമേ. 31-ാം തീയതി നമ്മൾ സ്നാനപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. തീരുമാനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശേഷ നമ്മുടെ മിനി ഷാജി തോമസ് ആന്റി കുടുംബത്തെ ഓർത്ത് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, എല്ലാം കൊണ്ട് ജീവിതത്തിൽ ആത്മീയമായി ഒരു കൃപകളാൽ, ആത്മീയാനുഗ്രഹങ്ങളാൽ ദൈവം നിറയപ്പെടുവാൻ ഇടയാക്കണം. നമുക്ക് ആ കുടുംബത്തെ ഓർത്തും ശക്തമായി പ്രാർത്ഥിക്കണമേ. ഈ കേട്ട വിഷയങ്ങളോടൊപ്പം നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ പേരുകളും വായിക്കുന്നു. തീർച്ചയായിട്ടും ഒരാൾ ശബ്ദവൃത്തി, ദയവായി ഒരാൾ ശബ്ദവൃത്തി ആശീർവാദം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ പേരുകൾ വായിക്കുന്നു. സ്തോത്രം. സോറി, നമുക്ക് സമയമുണ്ട്, 5:30 വരെ സമയമുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വിഷയം കൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ വായിക്കുന്നു. ഞാൻ നമ്മുടെ ഫാമിലീസിന്റെ പേരുകൾ വായിക്കുന്നു. നമ്മൾ ആന്റിമാര് പറഞ്ഞ വിഷയങ്ങളോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സിസ്റ്റർ ആൻസി ഡാനിയൽ, അലോന അലീന, സിസ്റ്റർ ആൻസി വർഗീസ്, വിജോ ബിറ്റി, സിസ്റ്റർ അഞ്ജു സ്തോത്രം, സിസ്റ്റർ അനു സാബു, നാൽബിൻ അച്ച, സിസ്റ്റർ ബിജി ജോൺ, ജോമോൻ ജോഹാൻ, സിസ്റ്റർ ബ്ലസ്സി മാത്യു, ജോഷുവ കെസിയ, സിസ്റ്റർ ജിജി ബിജി, കൃപ ക്രിസ്റ്റ ക്രിസ്പിൻ, സിസ്റ്റർ ലിജി റെൻസി, ആൻഡ്രിയ അനീറ്റ, സിസ്റ്റർ ലീലമ ഡാനിയൽ, ബെൻസി ആൻഡ് ഫാമിലി, ബെന്നി ആൻഡ് ഫാമിലി, പാസ്റ്റർ ബെൻസൺ ആൻഡ് ഫാമിലി, സിസ്റ്റർ മിനി കോശി, നോയൽ നോബി, സിസ്റ്റർ മോനി പ്രകാശ്, സ്റ്റെഫിൻ ഓസ്റ്റിൻ, സിസ്റ്റർ പ്രിറ്റി സന്തോഷ്, ജെയ്സ് ജെ സന്തോഷ്, ജെനിറ്റ ജെ സന്തോഷ്, സിസ്റ്റർ പൊന്നമ്മ ജോൺസൺ, ജോബിൻ ആൻഡ് family, Jonesy and family, Sister Rachel Biju, Alvin, Melvin, Sister Sarama Joy, Joel and family, Sheba and family, Joshua, Sister Sally John, Ricky and family, Nikki and family, Sister Sudha Reynolds, Kevin, Sister Suni Thomas, Samuel, Eben, Sister Sheba Kurupate, Shijina Renjite and family, Shibina Lavani and family, Sister Mariama Babu, Sudi and family, Benny, Sister Omana Ani, Abi Chinno, Sister Sheba Biji, Blessed Kesia, Sister Sharon Matthew John, Kriba Susan, Joshua Matthew, Sister Susama Abraham, Jerry and family, Judy and family, Sister Sarama Josuhuti, Jibin and family, Jinda Jerin and family, Sister Atsa Lalu Adriel, Sister Jaisalini Shibin, Irene, Sister Asha Thomas Amy, Sister Mary Matthew, Previn and family, Pramod and family, Sister Mariama Johnson, Adesha Shajan and family, Arun and family, Sister Amida Kennedy, Caleb Lydia, Sister Phoebe Robin, Stefan Graham, Sister Nishi Albin Novan, Sister Beena Sandosh Raj, Pastor Sarat Raj, Sister Suja Saji, Sister Suja Saji, Sojin Sijin, Sister Cicely Benny Joy, Bessie Tracy, Sister Sally Joseph, Dissa Stalin and family, Chris and family, Jova, Sister Marikutti Raju Thomas, Robin and family, Albin and family, Sister Suja Paili, John, Sister Ammani Alex, Amal Alexa and family, Stodram Alana, Sister Minnie Biju, Hannah, Rachel, Abel, Sister Janie Simpson, Justin, Jerin, Sister Siji Sajan, Abin, Feba, Sister Sunida James, Jemima, Joseph, Jenica, Joyce, Sister Preciama Jason and family, Justina and family, Sister Blessy Sridit, Ishan, Mika, Tabitha, Sandosh and family, Sudhir and family, Sister Smita Shajan, Isha, Ishida, Sister Shirley John Thomas, Abby, Aidan, Sister Feba Rindu, Rebecca Rufus, Rihanna, Sister Femi Abraham Thomas, Amy,
Sister Rini Samson, Alvin Joel, Sister Acha Jensen Edwin, Sister Tresiama Babu, Sister Podiama John, Frinny Shibin Matthew and family, Denny John, Sister Eliama Mohan, Roy Bula, Sister Shiny John, Sheryl Sneha, Sister Bincy Lenin Abraham Leon, Sister Suja Rajesh, Jamie Jeremiah, Sister Mini Shaji Thomas, Udit Liba and family, Sonu, Sister Daisy Thomas, Lena and family, Sruthi Saji and family, Sister Kesia Bibin Baby Ian, Sister Bina Biju Jaswin, Sister Nimmi and family, Yara, Sister Susan Johnson Daniel, Jean Binu and family, GB Rojan and family, Jerry, Sister Prida Jonar, Daksha Aksha, Sister Shiny Kunyamon Skaria, Grayson Nixon Jensen, Sister Vincy Binu Thomas, Aaron Amanda Sarah, Sister Jomi Vinu Raju, Kesia Kevin, Sister Usha Karunagaran, Nimisha Ajay Varghese, Nijin, Sister Kunyamol Sabu, Sharon, Sean, Sherin, Sister Sarama Roy Cherian, Rincy Jomon, Rincy Joman Joy and family, Sister Daisy George, Samuel, Shalom, Sister Lily George, Leha Johin and family, Philip and family, Sister Patmini, Redish Girish, Sister Sajini Saji, Alvin Ashodi, Sister CG Kochumon, Edwin Ivan, Sister Jolie Joseph, Johnson Joel, Sister Anija Amal, Aiden Denver. ഇത്രയും കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാക്കണ്ട. നമ്മൾ എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണമേ. അതുപോലെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എക്സാം എഴുതിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അതൊരു ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ നല്ലൊരു വിജയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലയിപ്പാനും ഇടയാക്കണം. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണമേ. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ദൈവിക സമാധാനമുണ്ട്, ദൈവിക ഐക്യത കൊണ്ട്, ദൈവികമായ പ്രവൃത്തി കൊണ്ട് കർത്താവ് നിറയ്ക്കപ്പെടുവാൻ ഇടയാക്കണം. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മുടെ പാസ്റ്റേഴ്സ് ആൻഡ് ഫാമിലിയും ആൻഡ് പറഞ്ഞ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് രണ്ടാമത്തെ പ്രാർത്ഥിക്കാം. നമ്മളിപ്പോ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ കൊച്ചുമക്കളെയും മക്കളെയും ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മളെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂടി വരവ് നടത്തിയത്. ഹല്ലേലൂയ സഹോദരൻ, നമ്മൾ വാസുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ വേറിട്ടിരുന്നത് നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ അനേക്കാൾ ഉപരിയായി ഈ വെക്കേഷൻ ടൈമുകളാണ്. കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ എന്നാലാവുന്നിടത്തോളം കർത്താവിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പ്രേരണമുള്ളതായി തീരും എന്നുള്ള ഉത്തമ ബോധ്യം ഭവനത്തിലായിരിക്കുമ്പോൾ, പുറത്തു പോകുമ്പോൾ, മറ്റുള്ളവരുടെ ഇടപെടുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ പ്രത്യേക വെക്കേഷൻ ടൈമിലൊക്കെ കർത്താവിന് വേണ്ടി പ്രേരണപ്പെടുവാൻ, വചനങ്ങൾ വായിക്കുവാൻ, വചനങ്ങൾ കാണാതെ പഠിക്കുവാൻ, കർത്താവിന് വേണ്ടി പാട്ടുകൾ എഴുതുവാൻ, പാട്ടുകൾ പാടുവാൻ, അല്ലെങ്കിൽ ആസ്വാദനം അതിനുള്ള അല്ലെങ്കിൽ കഥകൾ, വചന ആത്മീയ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കഥകളൊക്കെ എഴുതുവാൻ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹപ്പെട്ട കൃപവരങ്ങളാ നിറഞ്ഞ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് പ്രിയ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പൂർണ്ണമായി അനുസരിക്കുന്ന കർത്താവിന് ഇഷ്ടമുള്ള മക്കളായി തന്നെ പ്രത്യേകിച്ച് യൗവനക്കാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും സൃഷ്ടാവിനെ മറന്നുള്ള ജീവിതമല്ല, സൃഷ്ടാവിനെ എപ്പോഴും ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ശ്രേഷ്ഠമായ ജീവിതം കർത്താവിന് വേണ്ടി പ്രേരണപ്പെടുന്നവരാ തീരുവാൻ ഇടയാക്കണം. നമ്മൾ ഈ പേരുകൾ വായിച്ച എല്ലാ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് മദ്യപാനികളാൽ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. ആർക്കും യാതൊരു വീട്ടിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാതെ, ഭയം കൂടാതെ തന്റെ സ്വന്തം ഭവനങ്ങളിൽ സമാധാനത്തോടെ സ്നേഹത്തിൽ ഒരു നിമിഷം ആയിരിക്കാൻ ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണമേ. അതുപോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിലിറങ്ങിയ പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ ഈ വായിച്ചതിനകത്ത് ഒരുപാട് പ്രയാസം കൂടെ അവർ കടന്നു പോകുന്നു. അവരെ ഓർത്ത് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്ന നെടുവീർപ്പിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. സാരിമ ക്ലേശം കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ ഈ പേരുകൾ വായിച്ച എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ദയവായി ശബ്ദവൃത്തി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല പിതാവേ കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അങ്ങയുടെ പാതപീഠത്തിൽ കടന്നു നിന്ന് കർത്താവേ, പ്രിയപ്പെട്ട പാട്ടുകളൊക്കെയും കേൾക്കുന്നതിന് പാടുന്നതിനും കർത്താവേ, എന്റെ ദൈവമേ, പ്രിയപ്പെട്ട സാക്ഷ്യങ്ങളും വചനങ്ങളും ഒക്കെയും കേൾക്കുന്നതിനിടയാക്കി കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ, പ്രാർത്ഥനയ്ക്കായി ഞങ്ങളുടെ പാതപീഠത്തിൽ കടന്നു വരുന്ന കർത്താവേ, പ്രാർത്ഥനകൾക്കും തടസ്സമായിട്ട് എന്റെ ജീവിതത്തിലുള്ള പ്രവേശങ്ങളെ കണക്കിടലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
എന്റെ ചിന്തയിൽ പ്രവൃത്തി നോട്ടത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ പാതപിടുത്തെങ്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹപ്പെട്ട കുടുംബങ്ങളായി തീരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കുടുംബത്തിൽ പോലും ശത്രുവായും പ്രവർത്തിക്കുന്നതിന് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ നാമോത്വത്തിനായി പ്രയോജനപ്പെടുന്ന കുടുംബങ്ങളായി തീരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിച്ചു കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബാലകൃഷ്ണനെല്ലാം പിടിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ, അവരുടെ പോക്കിലും വരവിലൊക്കെയും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേന്റെ കർത്താവേ, അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കുന്നതിന് കർത്താവേ, അനുഗ്രഹിച്ച രീതിയിൽ പഠിക്കുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലെല്ലാം ഉപരിയായി കർത്താവേ, പൈതങ്ങൾ ചെറുപ്രായത്തിലെ കർത്താവിനെ അറിയുന്നതിന് കർത്താവേ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിന് പ്രയോജനപ്പെടുന്നതിനൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളുടെയൊക്കെയും അവധിക്കാലം വരികയാണല്ലോ കർത്താവേ. അവർക്കൊക്കെയും ദൈവവചനം പഠിക്കുന്നതിന് കർത്താവേ, എന്റെ ദൈവമേ, നല്ല പാട്ടുകൾ പഠിക്കുന്നതിനൊക്കെയും ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, അടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി തീരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകത്തിന്റെ മുഖങ്ങളിലൊന്നും ഒഴി പോകുന്നതിനിടയാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിന് പൈതങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. യൗവനക്കാരായ കുഞ്ഞുങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ യൗവനം തുച്ഛീകരിക്കുന്നതിനിടയാ വാക്കിലും നടപ്പിലും നിർമ്മലയോട് വിശുദ്ധിയോടുകൂടിയായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുടുംബസ്ഥരായ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരെല്ലാം പേരുവരായി ഞങ്ങളുടെ പാതപിടുത്തെങ്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ദൈവത്താൽ അനുഗ്രഹപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നതിന് എല്ലാ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാതെ കർത്താവേ നിരാശപ്പെടുന്ന ജീവിതങ്ങളുണ്ടല്ലോ കർത്താവേ, അവരോടൊക്കെ മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരസ്പര സ്നേഹത്തോടുകൂടി കർത്താവേ, ഐക്യതയോടുകൂടി ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള കർത്താവേ, പല ദാസിമാരും ദൈവമേ എന്റെ കർത്താവേ, തങ്ങളുടെ കർത്താവേ, എന്റെ ദൈവമേ, പങ്കാളികളുടെ ദൈവമേ മദ്യപാനം മൂലം ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടല്ലോ കർത്താവേ, അവരോടൊക്കെ മനസ്സറിയണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, അവരുടെയൊക്കെ ഉള്ളത്തി കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവർ ചെയ്യുന്നൊക്കെ തെറ്റെന്നുള്ള ഒരു ബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, അതിനോടൊരു വിരക്തി ഉണ്ടാകുന്നതിനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെയും കർത്താവേ, ദൈവമാർഗത്തിൽ കടന്നു വരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ദാസിമാരുടെ കർത്താവേ, കണ്ണുനീരിന് ഈ ദിവസങ്ങളിൽ കർത്താവേ ഒരു പ്രതിഫലം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ആരും നിരാശരായി തീരുന്നതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കുടുംബമായ ഐക്യതയോടുകൂടി ഒത്തൊരുമിച്ച് ആരാധനാലയത്തിൽ കടന്നു പോകുന്നതിന് കർത്താവേ, ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ആംഗിൾമാരെയും കർത്താവേ, സൗരങ്ങളൊക്കെയും കർത്താവേ, അങ്ങ് കർത്താവേ, എന്റെ ദൈവമേ, അവരോടൊക്കെയും വാസ്തവമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ ദൈവമേ, അവരൊക്കെയും ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് കർത്താവേ, കുടുംബമായി ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഒരു കുടുംബത്തിൽ പോലും ശത്രുവായി പ്രവർത്തിക്കുന്നതിന് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവ വിദോഷങ്ങൾ നേരിടുന്ന ജീവിതം കൊണ്ടല്ലോ കർത്താവേ, കടഭാരതലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ, അവർക്കൊക്കെ വഴികളെ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കർത്താവേ, ഭാരപ്പെടുന്ന ജീവിതം കൊണ്ടല്ലോ കർത്താവേ, എന്റെ ദൈവമേ മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ കാര്യങ്ങൾ കർത്താവേ, ഭാരപ്പെടുന്ന ജീവിതം കൊണ്ടല്ലോ കർത്താവേ, അവർക്കൊക്കെ തക്ക സമയത്ത് അനുഗ്രഹപ്പെട്ട അഡ്മിഷൻ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളുടെ ജോലി വിഷയത്തിൽ ഭാരപ്പെടുന്ന ജീവിതം കൊണ്ടല്ലോ കർത്താവേ, ദൈവമേ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം കൊടുക്കുന്ന കർത്താവേ, ദൈവമേ, തക്ക സമയത്ത് കർത്താവയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുക്കുവാൻ പോകുന്ന നല്ല വഴികൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇതൊക്കെ വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനിടെ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹപ്പെട്ട കുടുംബങ്ങളായി ദൈവനാമത്തിന് പറയാനുള്ള കുടുംബങ്ങളായി തീരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു കുടുംബം പോലും കർത്താവേ ചിനവനുമായി പോകുന്നതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. എല്ലാ കുടുംബങ്ങളും ദൈവസഭയ്ക്ക് പ്രയോജനമുള്ള കുടുംബങ്ങളായി തീരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മീയമായി ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാതപിടുത്തങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദേവദാസിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഇത്രത്തോളം നിലനിർത്തിക്കുന്ന സ്നേഹത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കുടുംബമായി അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മനസ്സുകായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബമായി ദൈവവേലയ്ക്ക് കർത്താവേ വീണ്ടും
അനേകർക്ക് ആശ്വാസമാക്കി തീർത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ കർത്താവെ. എന്റെ ദൈവമേ, ദൈവമേ അവരുടെ ഭാവിക്ക് വേണ്ടി കർത്താവെ അങ്ങ് കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹപ്പെട്ട വിജയം കൊടുത്തൊക്കെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. സകലവടെയും ജീവൻ വെച്ച് യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കേട്ട് നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാൽ നിന്റെ ശക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. നമ്മുടെ പാസ്റ്റേഴ്സ് കുടുംബങ്ങളെ ഓർത്തു നമുക്ക് പ്രാർത്ഥിക്കാം. പേരുകൾ ചേർത്ത് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞ വിഷയങ്ങളെ ഓർത്തു നമുക്ക് പ്രാർത്ഥിച്ച് ആശ്രമം പറഞ്ഞ് നിർത്തുവാൻ ദൈവനാമത്തിൽ ഒരു ആന്റി ദൈവനാമത്തിൽ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പേരുകൾ വായിക്കുന്നു. Pastor Samuel Umman, Sister Leslie Umman, Nessie and family, Joshua, Pastor Saju John, Sister Jessie Saju, Subin Sonia, Pastor Varki Varghese, Sister Clara Varghese, Angela Mariam, Alina Gloria, Pastor Yohanan Varghese, Sister Omana Yohanna, Prince James, Pastor Sam Thomas, Sister Susan Thomas, Sony and family, Simi, Sister Thomas Varghese, Sister Susan Varghese, Pastor Stotra, Pastor Thomas Varghese and Sister Susan Varghese, Pastor Edison Sunny and Sister Blessy Edison, Persis Perskilla, Pastor Gigi K. Kurian, Sister Ansi Gigi, Aksa Ashish, Pastor Sabu, Sister John C. Sabu, Gloria Godson, Pastor Wilson John, Sister Bensi Wilson, Lydia Kessia Gloria, Pastor Biju KP, Sister Manju, Gayo Space, Pastor Shibu Benjamin, Sister Rainy Shibu, Charlotte Rose Ben, Rainet Sarah Ben, Pastor Benson Daniel, Bindu, Jibin Jeffrey. ഇത്രയും പ്രിയപ്പെട്ട കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ കർത്താവിന്റെ പേരിലായിരിക്കുന്ന ഗൾഫ് ഏരിയയിലുണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. വളരെയധികം പ്രതികൂല കാലാവസ്ഥയിൽ അല്ലെങ്കിൽ പ്രതികൂല അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭയം കൂടാതെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ പാടിസ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആയിരിക്കാൻ ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്തെടുപ്പാൻ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മുമ്പോട്ടുള്ള ഭാവി ആർക്കും യാതൊരു തടസ്സമോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവാതെ അല്ലെങ്കിൽ കർത്താവിൽ ധന്യമായി തീരുവാൻ, ഭാവിയെല്ലാം കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുവാനൊക്കെ ഇടയാക്കാൻ നമ്മളെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണമേ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ദേവദാസ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഒത്തിരി ആലയങ്ങൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്നു, ജയിലിലായിരിക്കുന്നവരുണ്ട്. ഒത്തിരി പ്രയാസങ്ങൾ കൂടെ പ്രതികൂലാവസ്ഥ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, പ്രയാസങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കപ്പെടുവാൻ ഇടയാക്കാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണമേ. അതുകൊണ്ട് നമ്മൾ പറയപ്പെട്ട ആ വിഷയങ്ങളും കൂടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ റെൻസി ജോമൻ ഷാരിമ ക്ലേസ് കൂടെ കടന്നു പോകുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് നടക്കുന്ന മീറ്റിംഗ് അവരുടെ കുടുംബജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, ആ ഭവനത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രൈസ് മോള് തുമ്മന്റെ അസിസ്റ്റർ വളരെ ശാരീരികമായ പ്രയാസം കൂടെ കോളേജിൽ പോയതാണ്, എന്നാൽ മടങ്ങി വന്ന ഭവനത്തിലായിരിക്കുന്നു. ആ മോളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ ഒസ്വിൻ സ്റ്റീഫൻ എബ്രഹാം, അതുപോലെ സ്റ്റീഫൻ എബ്രഹാം, രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നാളെ അത് എക്സാം നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതി എന്ന് കേൾക്കുവാൻ ഇടയാക്കണം. നമുക്ക് ആ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നത്തെ രാവിലത്തെ ശേഷം ഈ നിമിഷം വരെ നമ്മുടെ അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയാൽ കൈത്താങ്ങും. നമ്മളാവുന്നിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം കൊണ്ടും അനുഗ്രഹമായി തീരുവാൻ, ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, ആത്മീയമായി എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ കൃപ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ മേലും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണുവാനും ഇടയാക്കാനായും, അതുപോലെ നമ്മൾ പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിച്ച ബെൻസി സിസ്റ്ററെ, അതുപോലെ അല്ലെങ്കിൽ മെസ്സേജ് പറഞ്ഞ് നമ്മളെ ഒന്നും കൂടെ ആത്മീയ പ്രചോദനം തന്ന നമ്മുടെ അമ്മി അലക്സാൻഡി, ആ കുടുംബങ്ങളെ, രണ്ട് കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളെ ഏറ്റെടുത്ത് ദയവായി ഒരാൾ ശബ്ദവർത്തി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാം. അനാദി നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്ന പ്രൈസ് ഒരാൾ ശബ്ദവർത്തി പ്രാർത്ഥിക്കണം. കർത്താവേ സ്തോത്രം.
സോദരൻ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവ് അനുകരിക്കപ്പെട്ട നല്ല സമയത്ത് വേണ്ടി ഞങ്ങൾക്ക് എന്റെ പാതപുരത്തിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥനയുടെ പാസ്റ്ററും കൂടി ദൈവമായിരിക്കുവാൻ ദൈവം എന്റെ ഞങ്ങളെല്ലാം ദൈവം സഹായിച്ചു പാതപുരത്തിലായിരിക്കാൻ ദൈവം കൃപ സ്തോത്രം കർത്താവിന് വാഴ്ത്തുന്ന കർത്താവ് സ്ഥിതിക്കുന്ന വിവിധ വിഷയങ്ങൾ മേൽ ദൈവനാഥ പ്രാർത്ഥിക്കാൻ കൃപ എന്നല്ല കർത്താവ് ദൈവമേ സ്തോത്രം കേൾക്കുന്ന അടിയങ്ങൾക്ക് ദൈവം സംബന്ധിച്ച അടിയങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹം വിടുതലുമാക്കി തീർക്കുന്നതിനായി സ്തോത്രം കർത്താവ് പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പറയപ്പെട്ട സുവിശേഷ വേല കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സൗന്ദര്യത്തോടെ സമാധാനത്തോടെ അപ്പൊ അതിന്റെ വാല്യൂ ചെയ്യാൻ തക്കതല്ല അറ്റ്മോസ്ഫിയർ ദൈവമേ സ്തോത്രം അവരായിരിക്കുന്ന മണ്ഡലങ്ങൾ ഒരുക്കി കൊടുക്കുമാറത് പ്രാർത്ഥിക്കുന്നു. ഓർത്തിന്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഫലമായ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന കർത്താവ് ദൈവം നിന്നാലല്ലാതെ ഒരു വിടുതലില്ല കർത്താവ് നീ ഇറങ്ങി ഒന്ന് വിടിയിക്കുമ്പോഴത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഐക്യതയില്ലാതെ അനേക ദേവസ്വന്മാർ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവരെ ദൈവം ജയിലടയ്ക്കുന്ന ജയിലറിൽ കിടക്കുന്നവരെ എല്ലാം പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി വലിയ ചെയ്തെടുക്കുവാൻ തക്കുന്ന ഒരു കുമാരൻ ഞങ്ങളുടെ രാജ്യത്ത് സമാധാന സ്വസ്ഥ ഉണ്ടാവട്ടെ കർത്താവ് ദൈവമേ സ്തോത്രം എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ അറിയില്ല. ദൈവനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ രാത്രി ആമങ്ങളിൽ ദൈവമേ പല സമയങ്ങളിൽ കിട്ടുന്ന സമയമെല്ലാം ബാധപ്പെടുത്തൽ എന്ന് പ്രാർത്ഥിക്കാൻ രാജ്യത്തിന് വേണ്ടി നിലവിളിക്കാൻ ജീവിതങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കരയുവാൻ കർത്താവ് ദൈവത്തിന്റെ വചനം പരത്തുവാൻ കർത്താവ് എന്റെ ജോനങ്ങളെല്ലാം നിന്റെ ദേവസ്വന്മാരെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെല്ലാം ദൈവമായ കർത്താവിനായിട്ട് ഒരു കുമാരനെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സോദരനാഥനെ സ്തുതിക്കുന്ന കർത്താവെ സോദരൻ ചെയ്യുന്ന ലില്ലെ ക്രിസ്ത്യ രാജ്യമാക്കി തീർക്കുമാറാണ്. അടുത്ത് വരുന്ന ഇലക്ഷൻ വിവരങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾക്ക് പ്രതികൂലമായ ഒരു ദൈവം അധികാരികളും ദൈവമേ കടന്നു വരുവാൻ ദൈവം അനുവദിക്കില്ലേ നിനക്ക് കഴിയാത്തായിട്ടൊന്നുമില്ല. അപ്പാ ദൈവമേ സ്തോനാലുകൾ കഴിയുമ്പോൾ ദൈവമേ ഇതിന്റെ പ്രവൃത്തി കൊണ്ട് ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് ദൈവമേ ദൈവലിക്ക് വിരോധമായി നിൽക്കുന്ന ദൈവമേ ജീവിതങ്ങളൊന്നും അധികാരത്തിൽ കടന്നു വരാൻ കർത്താവിനെ അനുവദിക്കില്ലേ പ്രാർത്ഥന ക്രിസ്ത്യ രാജ്യമാക്കി തീർക്കുമാറെന്ന് പ്രാർത്ഥിക്കേണ്ട വണ്ടറുകളെല്ലാം ദൈവം കർത്താവ് സൂക്ഷിക്കുമാറാണ്. വിത്തങ്ങളെ ഉത്തരസ്ഥിതി വിടിയിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് രാജ്യങ്ങൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആയിരിക്കും ദൈവം സഹായിക്കണം. കർത്താവ് ചൂടിന്റെ ആദ്യം ഞങ്ങളുടെ രാജ്യത്തെ വിടിയിക്കുമാറാണ്. ഞങ്ങളുടെ ദേശത്തെ വിടിയിക്കണമേ കർത്താവ് പല വിധമായ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവ് പാദ്യമേ സ്തോത്രവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ വിടിയിക്കണമേ ത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് സഹായിക്കുമാറാണ്. കർത്താവ് പാതയമേ സ്തോത്രം മിഥുന കുടുംബത്തിനെ കുഞ്ഞാക്കാ പ്രാർത്ഥന ദേവസ്ഥനും കുടുംബത്തെ കുഞ്ഞുങ്ങളെ എന്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് സ്തോത്രം ഫലപ്രദമായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ദൈവം ഉറപ്പും ധൈര്യവും കൊടുത്ത് ദൈവത്തിൽ പരിപാലിച്ച് ഓരോ നിമിഷവും ദൈവം കാത്തുകൊണ്ട് പരിപാലിക്കും. ദൈവത്തിന്റെ കൃപയ്ക്കാസ്തോ നാട്ടിലേക്ക് കടന്നു വരുന്ന കൺവെൻഷനല്ല അനുഗ്രഹമായ അനേകാത്മാക്കൾ വിടിച്ചെടുക്കാൻ ദേവരെല്ലാം കടന്നു വരുവാൻ കർത്താവിനെ സഹായിക്കുമാറാണ്. പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ എല്ലാ ആവശ്യങ്ങളും മേൽ ദേവസ്ഥാനത്ത് ഇറങ്ങി വന്നവർ വിടിയിക്കുമാറാണ്. ആവശ്യങ്ങൾ കൂടെ ഇരിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോന്നുകൊണ്ട് വിചാരപ്പെടാനോ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ അനുവദിക്കൽ ഇറങ്ങുവാൻ അനുവദിക്കലോ ഞരക്കം പോലെ അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്ന പാടിയ ഇതെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹമായിരുന്നല്ലോ. കർത്താവ് എന്നെ കാര്യങ്ങളെടുത്ത് വിനയിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ അലക്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നല്ല സാക്ഷിയെല്ലാം ദൈവം ഞങ്ങൾക്കെല്ലാം കേൾക്കാൻ കഴിഞ്ഞല്ലോ. കർത്താവ് മറ്റുള്ളവർക്ക് ദൈവമേ പ്രചോദനം അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ദൈവമേ കഷ്ടയിലൂടെ നടത്തി നിങ്ങൾ നടത്തിയ ദൈവം അപ്പാ ദൈവത്തിന് സ്തോത്രം നന്ദി. കർത്താവ് സ്തോത്രം കൃപ ചോർന്നു പോകണം. ദൈവമേ അലക്സുബ്രൻ ദൈവം അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കർത്താവിനെ ഒരിക്കൽ മദ്യപിക്കാൻ ദൈവനവധി മദ്യപാനികളെല്ലാം ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് മദ്യത്തിൽ നന്നായി വരുന്ന ദൈവമാറ്റ ദുഷ്ട പൂരുകളെന്നും വഴക്കൊന്നും ബഹളങ്ങളിൽ നിന്നും കുടുംബത്തെ സമാധാന സ്വസ്ഥപ്പെടുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് എല്ലാവരും വിടിയിക്കുമാറണം. സമാധാനം ഒരു അറ്റ്മോസ്ഫിയർ എല്ലാ കുടുംബങ്ങളും ദൈവം നൽകി തെരുമാറുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവെ നാഥനെ സ്തുതിക്കുന്ന കർത്താവെ സോദരൻ ചെയ്യുന്ന അപ്പ അനുഗ്രഹിക്കണമേ വിടിയിക്കണമേ കർത്താവപ്പ പലവിധം ആവശ്യങ്ങളും കൂടി ദൈവമേ ഭാരപ്പെട്ടു പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിധങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുമെന്ന് വീട്ടിൽ നടക്കുന്ന കൺവെൻഷൻ സാറമ്മയുടെ വീട്ടിൽ കർത്താവ് നടക്കുന്ന കൺവെൻഷൻ ദൈവനാഥ ദൈവാസം കടന്നു വരുന്ന അനുഗ്രഹമാക്കുന്ന പ്രാർത്ഥന ഇതിന്റെ വിഷയങ്ങൾക്ക് ദൈവത്തിന് നീട്ടുമാറാണ്. സമാധാനമായി ദൈവമേ കുടുംബം നയിപ്പാൻ കുഞ്ഞിനെ ഒരുക്കുമാറാണ്. പ്രാർത്ഥന മകളുടെ സമസ്ത വിഷയങ്ങൾക്കായി പ്രാർത്ഥന കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറയുന്ന കേട്ടല്ലോ. കർത്താവപ്പ ദൈവമേ അനുഗ്രഹമാ ദൈവതെല്ലാം ദൈവമേ നാഥ വിടുതലാക്കി അനുഗ്രഹമാക്കി കൊടുക്കുന്നതിനായി സ്തോത്രം. കർത്താവ് നമ്മൾ ആരോഗ്യസ്ഥിതി മറ്റും കർത്താവെല്ലാം മെച്ചപ്പെടുത്തി കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വേദനകളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക ക്ലേശങ്ങളും സംഘർഷങ്ങളിൽ നിന്നെല്ലാം വിട്ടിക്കുമാറുന്നത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഭാവി അനുഗ്രഹമാക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നമ്മൾ എല്ലാ ചൂടിന്റെ ആധിക്യം പിടിച്ച് കർത്താവ് സമാധാനപരമായ ദൈവം കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ബലത്തോടെ കാത്തു പ്രാർത്ഥിക്കുന്ന പിന്നെ ദൈവം അടുത്ത ദിവസങ്ങളെ സമയം രണ്ടു ഞങ്ങൾക്ക് പേര് പറഞ്ഞല്ലോ. അവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ വിടിയിക്കണമേ കർത്താവ് ദൈവിക ജ്ഞാനവും ബുദ്ധിയും ദൈവമേ കൊടുത്ത കർത്താവ് നല്ലൊരു വിജയം ദൈവം നല്ലൊരു ഭാവി അവർക്ക് ഒരുക്കി കൊടുക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ നാഥാനെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളായിട്ട് ഓരോരുത്തരായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ സ്തോത്രം പാസ്റ്റർ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണം. വിവാഹപ്രായം കഴിഞ്ഞ കുടുംബങ്ങളെ ആയവരെയും ദൈവമേ കുഞ്ഞുങ്ങളെ ദൈവമേ അനുഗ്രഹിക്കണം. അവർക്ക് തക്കതായ കുഞ്ഞുങ്ങളെ ഒരുക്കി കൊടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറ് കർത്താവ് പലവിധമായ ഭാരങ്ങളെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ ദൈവമേ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവ് ദൈവമേ രമേശിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ മകളുടെ കഷ്ടതകൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൈതരാനുള്ള കഥാവ് നമ്മളോട് കാരണം തോന്നുന്നത് എൻ്റെ മാതാവിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ വരും പ്രവർത്തിക്കണമേ. കർത്താവ് പ്രിയപ്പെട്ടനെ അനുകൂലമാക്കണമേ. മധ്യവാസി എന്ന് പൂർണ്ണമായിട്ട് ഇരിക്കുമാറുണ്ട് പ്രാർത്ഥന ഒരു ഭവനം കൊടുത്ത് ദൈവം ആളുകൾ ദൈവം നിന്റെ വേല ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് കർത്താവ് നിമാനിക്കുവാൻ ദൈവം ശക്തനാണുള്ള കർത്താവ് ആത്മീയ പിന്നെ വർദ്ധിച്ച് വരട്ടെ കർത്താവ്. അതുപോലെ മറ്റും
പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ദൈവമേ പ്രാർത്ഥന റിക്വസ്റ്റ് ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറുണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ നാഥ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം 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 കർത്താവേ നാഥ വാഴ്ത്തുന്ന കർത്താവ് ദശരാജ്യങ്ങളുടെ ദൈവമേ ദൈവമേ സ്തോത്രം ദൈവമേ ഈ കൂട്ടായ്മ പങ്കെടുക്കുന്നവരെല്ലാം ദൈവങ്ങളെ സൂക്ഷിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നാഥ എല്ലാവരുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് എല്ലാവരുടെ ഞരക്കങ്ങ് പോലും അറിയുന്ന കർത്താവ് അതിനെല്ലാം ദൈവമേ ഒന്നും അറിയില്ലെങ്കിലും കർത്താവപ്പാ നീ എല്ലാം അറിയുന്ന ദൈവമാണല്ലോ കർത്താവ് എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് മേൽ ദൈവസ്ഥാനത്ത് ഇറങ്ങി വന്ന് വിടിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കളെ ദൈവമേ സ്തോത്രം ഇരിക്കണമേ കർത്താവ് ദൈവമേ സ്തോത്രം രോഗങ്ങളാ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് ബാലകൃഷ്ണ കുഞ്ഞുങ്ങളെ വിടിക്കണം കർത്താവ് സ്തോത്രം മറ്റു രോഗങ്ങളിൽ നിന്ന് വിടിക്കണം സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുകരിക്കണം മദ്യത്തിന്മയൊക്കെ അടിമയാവുന്ന ദൈവം അവരെല്ലാം സൂക്ഷിക്കുമാറും പാർക്കുന്ന ഇടങ്ങളെ സൂക്ഷിക്കണം പൊക്കും വരുവെല്ലാം ദൈവം നിയന്ത്രിച്ചവന്മാർക്കും ഒരു ആപത്താനർത്ഥമോ രോഗം ദുഃഖമോ പ്രയാസമോ കടന്നു വരാൻ അവരുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹപാത്രമാക്കി തീർക്കുമാറെന്ന് പ്രാർത്ഥന ആത്മീയം വളർത്തിയെടുക്കാൻ വളരുവാൻ കുഞ്ഞുങ്ങൾക്ക് ഇറവ് കൊടുക്കുമാറെന്ന് പ്രാർത്ഥി മാതാപിതാക്കളെ അതിനായിട്ട് ഒരുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് വിശ്വാസം വന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രതികൂല സാഹചര്യം കർത്താവെ സ്തോത്രം അവർക്ക് അനുകൂലമായ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ നാഥ സത്യലാൽമാരിക്കുന്ന കൂട്ടായ്മയിലെ കുടുംബങ്ങളായിട്ട് കടന്നു പോകാൻ തക്കത്തിൽ ഓരോരുത്തരും ദൈവമായ കർത്താവ് സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കാൻ വാർത്ത ആരാധനയിൽ വിടിക്കുമാറും വയനം കേട്ട് മാനസാന്തരപ്പെടുവാൻ മനത്തിൽ ലക്ഷ്യമായി ജീവിപ്പാൻ കുടുംബ പ്രാർത്ഥന ഇല്ലാത്തവർ കുടുംബ പ്രാർത്ഥന കൊടുക്കുവാൻ കർത്താവെ നാഥ നീർന്ന് സഹായിക്കുമാറെന്ന് കുടുംബങ്ങളിൽ ആരാധന നടത്തുവാൻ കുടുംബങ്ങളുടെ കൂട്ടായ്മ നടത്തുവാൻ തക്കത്തിൽ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവമായിട്ട് ഒരുക്കുമാറും ചുറ്റുമുള്ള ഭവനങ്ങളെ അതിനായിട്ട് ദൈവമേ കരുതുവെന്ന് പ്രാർത്ഥിക്കത്തക്കറിയില്ല ദൈവമേ സ്തോത്രം കർത്താവ് ഞാൻ മാതൃകളുടെ കുടുംബങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവമേ കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്ര സ്തോത്ര സ്തോത്രം ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങൾക്ക് എന്റെ പാതവെടുത്തിൽ രാവിലെയും വൈകിട്ടും കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം കർത്താവാം ദൈവം എന്റെ കുഞ്ഞുങ്ങളെല്ലാം പിന്നെ ബലപ്പെടുത്തുമാറാണെന്ന് കുടിയൊരുവോളം നിന്റെ സാന്നിധ്യം എല്ലാവരും മറിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്ര സ്തോത്ര വിദേശ രാജ്യങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പലരുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരുടെ ആവശ്യങ്ങൾക്ക് മേലെ സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. റിട്ടേഴ്സിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നഷ്ടപ്പെട്ട ദൈവമേ സ്തോത്രം അത് അവിടെ കിട്ടുവാൻ ദൈവം ക്രമത്തോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വേല അനുകരിക്കുന്ന ദൈവം അല്ലെങ്കിൽ ട്രാൻസ്ഫർ അനുവദിക്കലത്തോട് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി എടുക്കുന്ന പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവനെ അനുകരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. മറ്റും ദൈവമേ സ്തോത്രം മറ്റു കണ്ണിന് ഭാരമുള്ള കണ്ണിന്റെ പ്രയാസങ്ങളുള്ള സിസ്റ്റർമാരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന് അവർക്ക് പൂർണ്ണപ്പെടുത്തൽ ആരോഗ്യം കൊടുക്കണമേ നാഥ കർത്താവ് സ്തോത്ര സ്തോത്ര സുശേഷ വില ഞങ്ങളെല്ലാം ദൈവം അനുകരിക്കണമേ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്ന അടിയെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ സ്തോത്രം ആത്മീയ പ്രാർത്ഥന തന്നെ കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ കൃപകരമാരാത്രിയുടെ അമൽ വേണ്ടിയിരുന്നു പ്രാർത്ഥിപ്പാൻ സാഹചര്യങ്ങളെ ഒരുക്കി തരുമാനത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രിയപ്പെട്ട മാനസാന്തരം കൊടുക്കണമേ കുടുംബമായിട്ട് ആരാധിപ്പാൻ തൊക്കെ ദൈവമേ വഴിയെ തുറക്കുമാറാകണമേ കർത്താവ് അപ്പ നിനക്ക് കഴിയാത്തോടെ ഒന്നുമില്ല അപ്പ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ പൈനമാരികൾ വിശ്വസിക്കുന്ന കർത്താവിനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ കർത്താവ് അപ്പ ദൈവമേസ്തവും കണ്ണീരോട് പ്രാർത്ഥിക്കാൻ ലക്ഷ്യമുള്ളവർക്ക് അല്ലാതെ കണ്ണീരില്ലാത്തവർക്കെല്ലാം കണ്ണീര് കൊടുത്ത് എനിക്ക് രമ്യാവിന്റെ കല്ല് വെള്ളം കണ്ണീർ തടാമാക്കിയ ഞങ്ങൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിപ്പാൻ ദൈവമേ നാഥാ കർച്ചലിന്റെ മുന്നിൽ മറികടക്കും ദൈവമല്ലോ പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകി തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ദൈവമേ കുറവുള്ളവർക്കാണ് ഞാൻ എനിക്കിരിക്കുന്നത് ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടു പേര് വിട്ടുവെങ്കിൽ ദൈവം ക്ഷമിക്കണമേ കർത്താവ് നീ എല്ലാം ശ്രദ്ധ വെച്ച് കേട്ടല്ലോ അവരുടെ എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് മേൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് വിടിവിക്കാൻ ശക്തനായ ദൈവമായിരിക്കും ദൈവത്തെ പ്രത്യേകിച്ച് ദൈവമേ റംസിന്റെ വീട്ടിൽ നടക്കുന്ന ദൈവമേ ദിവസം കടന്നു വരുന്ന അനുഗ്രഹമാക്കണമേ കുഞ്ഞിനെ വിടുതലാക്കി കൊടുക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ സമസ്ത വിഷയങ്ങൾക്ക് മേൽ ദൈവത്തിന് എണ്ണയിട്ടുമാറെന്ന് കടന്നു വരുന്ന അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം മറുപടിയും സ്തോത്രം എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിന് ആമേൻ ആമേൻ ആമേൻ. പറയാം. സ്നേഹവും പുത്രനാദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാദൈവത്തിന്റെ സഹവാസം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മേലും വചനം പറഞ്ഞ ദാസിമാരോടും പാട്ടുപാടിയ കുഞ്ഞുങ്ങളോട് അയ്യോ കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നുണ്ടല്ലോ. ഹലോ ഹലോ കേൾക്കാമോ? റേഞ്ച് അല്ല സ്നേഹത്തിന്റെ കൃപയും പരിപാടി സഹവാസങ്ങൾ എല്ലാവരോടും കൂടെ